അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഗ്രാവിറ്റി ഖുർആൻ ഒരു ശാസ്ത്ര പഠനം, ആ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ മുമ്പും ശാസ്ത്ര വിഷയങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഉണർത്തുകയാണ്. പ്രപഞ്ച പഠനത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തുൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രതിഭാസങ്ങളിലെല്ലാം ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഉലുൽ അൽബാബായിട്ടുള്ള ആളുകൾക്ക് നിരവധി ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നവരായിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്. അതിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് വീണ്ടും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിലെ 6-ാമത്തെ വചനത്തിൽ അഫലം യൻദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ, നിങ്ങളുടെ ഉപരിലോകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ല. സമാ എന്നുള്ള പദത്തിന് അർത്ഥം ഭൂമിക്ക് ആപേക്ഷികമായിട്ട് ഉപരിലോകത്ത് വരുന്ന എല്ലാം സമാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, എങ്ങനെയാണ് ഞാൻ അതിനെ സംവിധാനിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ അതിനെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ? മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ അതിന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്ന വചനം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിന്റെ 20-ാമത്തെ വചനത്തിൽ ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്, എങ്ങനെയാണ് ഞാൻ സൃഷ്ടിപ്പ് ആരംഭിച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? അപ്പൊ നിരന്തരമായിട്ട് പ്രപഞ്ച പഠനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഔന്നിത്യം, സൃഷ്ടാവിന്റെ വലുപ്പവും നമ്മുടെ ചെറുപ്പവും മനസ്സിലാക്കാൻ അത്തരം പഠനങ്ങൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നിരന്തരം പരിശുദ്ധ ഖുർആൻ അതിനെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ ആ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തിരുന്നു. ആ ഉൽപ്പത്തിക്ക് ശേഷം, ബിഗ് ബാങ്ങിന് ശേഷം വ്യത്യസ്ത സ്റ്റേജുകളിലൂടെയാണ് പ്രപഞ്ചം പരിണമിച്ചത്. അതെല്ലാം ആ ഒരു ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഉൽപ്പത്തിക്ക് ശേഷം, അതെ ബിഗ് ബാങ്ങിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ആ പ്രപഞ്ചത്തെ നിർമ്മിച്ച പ്രപഞ്ച ശില്പി എന്ന് ആധുനിക ശാസ്ത്രം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം, അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നത്. ആ ഗ്രാവിറ്റി, അതാണ് നമ്മുടെ വിഷയം. ഗ്രാവിറ്റി എന്നുള്ള പദം തന്നെ വരുന്നത് ഗ്രാവിറ്റാസ് എന്നറിയപ്പെടുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിൽ ആ പദത്തിനുള്ള അർത്ഥം ഹെവിനെസ്, അല്ലെങ്കിൽ ഭാരം എന്നുള്ളതാണ്. അപ്പൊ ഭാരത്തെ കുറിക്കുന്ന ആ ലാറ്റിൻ പദമാണ് ഗുരുത്വാകർഷണത്തെ കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് ഭാരവും ഗുരുത്വവും തമ്മിലുള്ള ബന്ധം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ ബിഗ് ബാങ് സംഭവിച്ച സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ആ ഒരു സന്ദർഭത്തിൽ പ്രപഞ്ചത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള 4 ബലങ്ങൾ, അതായത് 4 ബലങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്. സ്ട്രോങ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4-മതായിട്ട് കടന്നു വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഗുരുത്വാകർഷണ ബലം. ഈ 4 ബലങ്ങളും ഒന്നിച്ചു ചേർന്നതായിരുന്നു. പിന്നീട് ആ പരിണാമഘട്ടത്തിൽ അത് 4ഉം വേർപിരിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പ്രപഞ്ചോൽപത്തിയിലേക്ക് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നൽകപ്പെടുന്ന ഒരു സൂചനയാണ് സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്തഖൻ ഫഫതഖ്നാഹുമാ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആകാശവും ഭൂമികളെല്ലാം തുടക്കത്തിൽ ഒന്നിച്ചു ചേർന്ന ഒരു പോയിന്റ് ആയിരുന്നു. അതാണ് സിംഗുലാരിറ്റി എന്ന പേരിൽ ശാസ്ത്രലോകം വിളിക്കുന്നത്. പിന്നീട് റത്തഖ്നാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിനെ വേർപ്പെടുത്തിയത്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. ആ എക്സ്പ്ലോഷന് ശേഷം, ബിഗ് ബാങ്ങിന് ശേഷം പിന്നീട് വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ പരിണമിച്ചാണ് ഇന്നുള്ള നമുക്കറിയാം ഇൻഫ്ലേഷൻ സംഭവിച്ചു. പിന്നീട് ഇന്നുള്ള പ്രപഞ്ചം രൂപപ്പെടുന്നത്. ആ പരിണാമഘട്ടത്തിൽ ഒന്നായിട്ടുള്ള സ്റ്റെല്ലാർ ഇറ, നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റെല്ലാർ ഇറ എന്നറിയപ്പെടുന്ന പ്രപഞ്ച പരിണാമത്തിലുള്ള ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ പ്രപഞ്ചത്തിൽ നിരവധി ഗ്യാസ് മേഘങ്ങൾ, അല്ലെങ്കിൽ ഗ്യാസ് പടലങ്ങൾ നിറഞ്ഞു നിന്ന ആ ഒരു സന്ദർഭത്തിൽ ഗ്യാസുകൾ, പ്രപഞ്ചത്തിലുടനീളം ഗ്യാസ് മേഘങ്ങൾ നിറഞ്ഞിരുന്ന ആ സന്ദർഭത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ 4ൽ നിന്നും വേർപെട്ട ഒരു ബലമായിട്ടുള്ള ഗ്രാവിറ്റി എന്നറിയപ്പെടുന്ന ബലം, ആ ബലമാണ് ആ ഗ്യാസ് മേഘങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയെല്ലാം നിർമ്മിക്കുന്നത്. അതായത് പ്രപഞ്ചത്തെ നിർമ്മിച്ച ബലം, പ്രപഞ്ച പുസ്തകത്തെ തുന്നിച്ചേർത്ത നൂലുകൾ, അതാണ് ഗ്രാവിറ്റി എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ സ്കൂളിലുള്ള കുട്ടികൾക്കെല്ലാം പ്രൊജക്ട് ബുക്ക് തയ്യാറാക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ ഓരോ പേജിലും നമ്മൾ ഓരോ ചിത്രങ്ങൾ ഒട്ടിച്ചാണ് ആ ബുക്ക് തയ്യാറ്. അതേ രൂപത്തിൽ പ്രപഞ്ചത്തെ ഒരു പുസ്തകമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോന്നിനെയും ഒട്ടിക്കാൻ ഉപയോഗിച്ച ഗ്ലൂ, അതാണ് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് ആ രൂപത്തിലാണ് പറയാറുള്ളത്.
അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ആ ഒരു ബലം അതാണ് ഈ ഗ്യാസ് മേഘങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളെയും അതേപോലെ തന്നെ ഗാലക്സികളെയെല്ലാം രൂപപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ അതിലേക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള സൂചനയാണ് സൂറത്ത് ഫുസ്സിലത്തിന്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മസ്തവ ഇല സമാഇ വഹിയ ദുഖാനുൻ. പിന്നീട് നാം ആകാശത്തിന് നേർക്ക് തിരിഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ അതൊരു പുകയായിരുന്നു, ദുഖാൻ, അതായത് ഗ്യാസ് ക്ലൗഡായിരുന്നു. അതിനുശേഷം ഫഖാല ലഹ, ഞാൻ അതിനോട് കൽപ്പിച്ചു, ഇത്തിയ, കം ഫോർവേഡ്, അല്ലെങ്കിൽ വരിക, അതായത് മൂവ്, അല്ലെങ്കിൽ ചലിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ അവ പറഞ്ഞു, ഖാല അതൈന തഈൻ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവ അനുസരണമുള്ളതായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവ കീഴ്പ്പെട്ടു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പ്രപഞ്ചാതീതനായിട്ടുള്ള ആ സൃഷ്ടാവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുന്ന ഒരു ചിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അതായിരുന്നു സൃഷ്ടാവിന്റെ ആ കൽപ്പനക്ക് പ്രപഞ്ചം വഴങ്ങുകയാണ്. നമുക്കറിയാം, ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനോട് കുൻ, ഉണ്ടാകൂ എന്ന്, അല്ലെങ്കിൽ ആ ഒരു കൽപ്പന നൽകേണ്ട സന്ദർഭത്തിൽ തന്നെ ഫയക്കൂൻ, അത് ഉണ്ടാകുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നൊരു ചോദ്യമാണ്, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയത് ആ ഗ്യാസ് മേഘങ്ങൾ കൂടിച്ചേർന്ന് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലമാണ് അതിൽ നിന്നും നക്ഷത്രത്തെയും അതേപോലെ തന്നെ നെബുലകളെ ഗാലക്സികളെ എല്ലാം രൂപപ്പെടുത്തിയത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വിധേയമായിട്ടാണ് അത് സംഭവിച്ചത്. അത് രണ്ടും എങ്ങനെയാണ് ശരിയാവുക? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് കടന്നു വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ ആ സൃഷ്ടിപ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യവസ്ഥ, ഒരു സുന്നത്ത് വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥല സുന്നത്തുല്ലാഹില്ലദി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്തിനെ, വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു വിശ്വാസികളായിട്ടുള്ള ഏതൊരാളോട് നമ്മൾ നിങ്ങളുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ അല്ലാഹു എന്ന് മറുപടി പറയുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടാണോ നമ്മളെ സൃഷ്ടിച്ചത്? അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾ എന്നറിയപ്പെടുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു ചാനൽ നമ്മുടെ സൃഷ്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതും മാതാപിതാക്കളിലൂടെ ഒറ്റയടിക്കല്ല, മറിച്ച് നമുക്കറിയാം ഗർഭകാലത്ത് 9 മാസം വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ രൂപപ്പെടുന്നത്. അതിനുശേഷം ഭൂമിയിലേക്ക് നമ്മൾ വന്നാലും നിരവധി സ്റ്റേജുകളാണ്. ആദ്യം ശൈശവം, ബാല്യം, കൗമാര, യൗവന, യുവത്വം, വാർദ്ധക്യം, ഇതേ രൂപത്തിൽ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു വ്യവസ്ഥയാണ്. അതേ രൂപത്തിൽ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ച വ്യവസ്ഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ക്രമപ്പെടുത്തിയ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യത്യസ്ത സ്റ്റേജുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിലും ഉപയോഗിച്ചിരിക്കാം. അപ്പൊ നമ്മളെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളാകുന്ന പ്രത്യക്ഷത്തിലുള്ള ആ ചാനൽ തെരഞ്ഞെടുത്തത് പോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിപ്പിന് പിന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ പ്രത്യക്ഷത്തിലുള്ള നിരവധി ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. അതാണ് പ്രപഞ്ച നിയമങ്ങൾ, ഈ ബലങ്ങളായിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പൊ ആ വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ആ വ്യവസ്ഥകളെ പഠിക്കുകയാണ് ശാസ്ത്രലോകം ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിഷയം. അതായത് ഞാൻ പറഞ്ഞ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാനലായിട്ട്, ആ വ്യവസ്ഥയായിട്ട് സംവിധാനിച്ചിട്ടുള്ള ഒരു ഫോഴ്സ്, അതാണ് നമ്മുടെ പഠന വിഷയം. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ നിരവധി ഗ്യാസ് മേഘങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ക്ലൗഡുകൾ കൂടി നിന്ന ആ സന്ദർഭത്തിൽ അതിൽ നിന്നാണ് ഗുരുത്വാകർഷണ ബലം നക്ഷത്രങ്ങളെയും ഗാലക്സികളെയെല്ലാം നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കാനുള്ള കാരണം സൃഷ്ടാവിന്റെ കൽപ്പനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതേന തഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. അതേ കൽപ്പന അനുസരിച്ചാണ് ആ ബിഗ് ബാങ്ങും അവിടെ സംഭവിച്ചത്. ആ യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് സൃഷ്ടാവിന്റെ കൽപ്പന പ്രകാരമാണ് സൃഷ്ടിപ്പ് തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ ഗുരുത്വാകർഷണം ഇതേ രൂപത്തിലുള്ള ഗ്യാസ് മേഘങ്ങളെ കൂട്ടി യോജിപ്പിച്ച്, അതായത് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഒരേ രൂപത്തിൽ അതിനെ ഞെരുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ സെൻട്രൽ, അതിന്റെ അകത്തുള്ള ചൂട് അങ്ങേയറ്റം കൂടാൻ തുടങ്ങാണ്. അങ്ങേയറ്റം കൂടുന്ന സന്ദർഭത്തിൽ അതിന്റെ സെൻട്രൽ അതിശക്തമായിട്ടുള്ള ചൂട് വരുന്ന സന്ദർഭത്തിൽ പിന്നീട് സെൻട്രൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കണം. അതായത് ഗ്രാവിറ്റി യഥാർത്ഥത്തിൽ എല്ലാ ഭാഗത്തുനിന്നും വസ്തുക്കളെ സെന്ററിലേക്കാണ് ഞെരുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നല്ല മാസുള്ള അല്ലെങ്കിൽ നല്ല ഭാരമുള്ള സെലസ്റ്റിയൽ ബോഡീസ്, അതായത് ഉപരിലോകത്തുള്ള വസ്തുക്കൾക്കെല്ലാം ഗോളാകൃതി അതിന് പ്രാപിക്കാനുള്ള കാരണം. അതായത് ഇപ്പൊ നമുക്കറിയാം മുകളിലുള്ള ഒരുവിധം വസ്തുക്കളെല്ലാം ഗോളാകൃതിയാണ്. കാരണം എല്ലാ ഡയറക്ഷനിൽ നിന്നും ഗ്രാവിറ്റി ഒരേ രൂപത്തിൽ സെന്ററിലേക്ക് പുൾ ചെയ്തുകൊണ്ടാണ്. അത് പൂർണ്ണ ഗോളാകൃതിയല്ല. ഇപ്പൊ നമ്മുടെ ഭൂമി
ഭൂമിയുടെ ആകൃതിയും പൂർണ്ണ ഗോളാകൃതിയല്ല, മറിച്ച് ഒരല്പം തള്ളിയിട്ടാണ്. ഒബ്ലേറ്റ് സ്ഫീറോയിഡ് എന്ന പേരിലാണ് ഭൂമിയുടെ ഷേപ്പ് അറിയപ്പെടുന്നത്. ഒരല്പം നടുവിലേക്ക് തള്ളിയിട്ടാണ് ഭൂമി കാണുന്നത്. ഒരല്പം കുംഭ ഭൂമിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ കറക്കം കാരണമാണ് ആ ഒരു ആകൃതിയിൽ ഗോളാകൃതിയിൽ അല്പം വ്യത്യാസം വരാനുള്ള കാരണം. നമുക്കറിയാം ഭൂമി 1600 km/h എന്ന ഒരു തോതിൽ ഭൂമി കറങ്ങുന്നുണ്ട്. ആ കറക്കം നിർമ്മിക്കുന്ന ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം ആ പൂർണ്ണ വൃത്താകൃതിയിലല്ല ഭൂമി കാണുന്നത്. ഇപ്പൊ ഭൂമിയേക്കാൾ വേഗത്തിൽ തിരിയുന്ന ചില ഗ്രഹങ്ങൾ, ഇപ്പോ ജൂപ്പിറ്റർ, വ്യാഴം, അതിന്റെ ആ ബൾജ് ഒന്നും കൂടെ കൂടും. കാരണം എന്താ വെച്ചാൽ കറക്കത്തിന്റെ വേഗത കൂടും. അതേ സന്ദർഭത്തിൽ ഇപ്പൊ സൂര്യനിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സൂര്യന് അത്ര വേഗത്തിൽ തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഗോളാകൃതിയിലാണ് സൂര്യനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഗ്രാവിറ്റി എല്ലാ ഭാഗത്തു നിന്നും ഒരേ രൂപത്തിൽ സെന്ററിലേക്ക് ഞെരുക്കുന്ന സന്ദർഭത്തിൽ ആ സെന്ററിൽ ചൂട് വർദ്ധിച്ച് അകത്ത് അറ്റോമിക് ഫ്യൂഷൻ സംഭവിക്കുകയാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെയുള്ള ഹൈഡ്രജൻ പിന്നീട് ഹീലിയമായിട്ട് മാറുന്നു, പിന്നീട് ആ നക്ഷത്രം രൂപമെടുക്കുകയാണ്. അപ്പൊ അകത്ത് ഫ്യൂഷന് കാരണം നിർമ്മിക്കപ്പെടുന്ന ഊർജം നക്ഷത്രത്തെ പുറത്തേക്ക് തള്ളുന്നു. അതേ സന്ദർഭത്തിൽ പുറത്തു നിന്നും ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം അകത്തേക്കും തള്ളാണ്. ഈ രണ്ട് തള്ളലും ഒരു ബാലൻസ് പ്രാപിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കമ്പവലി നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ കമ്പവലിയിൽ നമുക്കറിയാം രണ്ട് ടീമും ഒരേ രൂപത്തിൽ ആ കയറ് വലിക്കാൻ, രണ്ട് ടീമും ഒരേ ഫോഴ്സിൽ ആ ഒരു കമ്പവലിയിൽ കയറ് വലിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചലനമില്ല, നേർക്ക് നേരെ അവിടെ നിലനിൽക്കും. അതിൽ ഏതെങ്കിലും ഒരു ടീമിന്റെ വലിവ് ഒരല്പം വീക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കുക, ആ ടീം തോൽക്കാൻ. അതേ രൂപത്തിൽ നക്ഷത്രത്തിൽ നിന്നും അകത്ത് നിന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയുള്ള ഫോഴ്സ് പുറത്തേക്കും, അതേ സന്ദർഭത്തിൽ പുറത്തെല്ലാ ഭാഗത്തു നിന്നും ഗ്രാവിറ്റി അകത്തേക്കും ഞെരുക്കാൻ. ഈ രൂപത്തിൽ ഒരു ബാലൻസ് കൈവരിക്കുന്നത് കൊണ്ടാണ് നക്ഷത്രം നിലനിൽക്കുന്നത്. ഈ ബാലൻസിനെ ശാസ്ത്രലോകം വിളിക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ ഒരു ബാലൻസ് ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ അവിടെ ഉപരിലോകത്ത് നിലനിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത് സൂറത്ത് റഹ്മാൻ, പരിശുദ്ധ ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഉയർത്തി അതിൽ മീസാൻ സ്ഥാപിച്ചു, ബാലൻസ് സ്ഥാപിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള ബാലൻസിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ അത് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം പിന്നീട് നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങൾ കൂടി ഗാലക്സികൾ ഉണ്ടാകുന്നു, ഗാലക്സികൾ കൂടി ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നു, ക്ലസ്റ്ററുകൾ കൂടി സൂപ്പർ ക്ലസ്റ്ററുകൾ, അതേ രൂപത്തിൽ ഓരോന്ന് പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയാണ്. അതെല്ലാം അല്ലെങ്കിൽ അതെല്ലാം നിർമ്മിക്കുന്ന ആ ശില്പിയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് നമ്മളിവിടെ പഠിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലമാണ്. ഈ ഒരു ബലം യഥാർത്ഥത്തിൽ പ്രപഞ്ചോൽപത്തി സന്ദർഭത്തിൽ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചോൽപത്തിക്ക് ശേഷം നക്ഷത്രങ്ങളെയും അതേപോലെ തന്നെ ഗാലക്സികളെല്ലാം രൂപപ്പെടുത്തിയത്. പക്ഷെ നമ്മൾ അവിടെ വളരെ അടുത്ത കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ കണ്ടെത്തുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അതിലേക്ക് ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പിന്നീട് വരും. അപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഉള്ള ഒരു ബന്ധം, അതിന്റെ ഒരു പ്രാധാന്യം, നമ്മുടെ നിത്യജീവിതത്തിൽ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഭാരം അനുഭവപ്പെടുന്നത്. അപ്പൊ ഭാരം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. അപ്പൊ സ്പേസിലെല്ലാം പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അത് മാത്രമല്ല ഭൂമിയിലുള്ള പാറകളും മലകളും അതേപോലെ തന്നെ കടലിലുള്ള ജലം അടക്കം അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതൊന്നും സംഭവിക്കാതിരിക്കുന്നത്, എല്ലാത്തിനെയും യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു ബലാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ അന്തരീക്ഷ വായുവിനെ പോലും നിലനിർത്തുന്നത് ഗുരുത്വാകർഷണമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിട്ടുള്ളത് പോലും അതിനോട് പ്രതികരിക്കുന്ന രൂപത്തിലാണ്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ പ്രഷറെല്ലാം കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഗുരുത്വാകർഷണം. അതാണ് സ്പേസിൽ പോയ ആളുകളുടെ BP കുറയാൻ കാരണമാവാണ്. അതേപോലെ തന്നെ എല്ലുകളുടെ ഭാരം, ഇപ്പൊ ആസ്ട്രോണറ്റ്സ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെല്ലാം ജീവിക്കുന്ന ഈ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം ഓരോ മാസവും അവരുടെ എല്ലുകളുടെ ഭാരം 1% കുറയുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ BPയും അതേപോലെ തന്നെ നമ്മുടെ ഭാരം അതെല്ലാം കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഈ ഒരു ഫോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംവിധാനിച്ചതുകൊണ്ടാണ്. അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമുക്കറിയാം സൂര്യനിൽ നിന്നൊരു പ്രത്യേക അകലത്തിലാണ് ഭൂമി ഇരിക്കുന്നത്. ആ അകലം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരല്പം മുന്നോട്ടോ പിന്നോട്ടോ ഭൂമി പോയിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ സാധ്യമാവില്ല. ആ ഒരു അകലത്തിൽ കൃത്യമായിട്ട് ഭൂമിയെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ ബലമാണ്.
അത് മാത്രമല്ല, ഇപ്പൊ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, 1600 km/h, ഓരോ മണിക്കൂറിലും 1600 കിലോമീറ്റർ എന്നുള്ള വേഗതയിൽ ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കറങ്ങുന്ന ഫാനിലേക്ക് എന്തെങ്കിലും എറിയുന്ന രൂപത്തിൽ നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് തെറിച്ചു പോകുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതൊന്നും നമ്മൾ കാണാതിരിക്കാനുള്ള കാരണം, അതായത് നമ്മളെ യഥാസ്ഥാനത്ത് കൃത്യമായിട്ട് പിടിച്ചു നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ഗുരുത്വാകർഷണ ബലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് അതിലേക്ക് നൽകുന്ന ഒരു സൂചന, അലം നജഅലിൽ അർള കിഫാത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം ഭൂമിയെ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാക്കിയില്ലേ. കിഫാത്ത് എന്നുള്ള പദം കുഫ അല്ലെങ്കിൽ കിഫ എന്ന് വെച്ചാൽ ഭാഷയിൽ കൈകൾ കൂട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈക്കുമ്പിൾ എന്നറിയപ്പെടുന്ന അർത്ഥമാണ് ഭാഷയിലുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൈകൾ നേരെ പിടിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വെള്ളം പുറത്തേക്ക് പോകും. പക്ഷെ നമ്മൾ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു കുമ്പിളാക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ പോലെ അതിൽ കൃത്യമായിട്ട് ആ വെള്ളം നിലനിൽക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം നജഅലിൽ അർള കിഫാത, ഭൂമിയെ ഞാൻ നിങ്ങൾക്കൊരു കണ്ടെയ്നർ പോലെ എല്ലാം ഭദ്രമായി നിലനിൽക്കുന്ന രൂപത്തിലാക്കി തന്നില്ലേ എന്നുള്ള. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹ്യാഅൻ വ അംവാത, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും മരണപ്പെട്ട ആളുകൾക്കും, രണ്ടാളുകൾക്കും ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഞാൻ ഭൂമിയെ നിങ്ങൾക്ക് ആക്കി തന്നില്ല. അതായത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഭൂമിയുടെ ഉപരിതലത്തിലും മരണപ്പെട്ട ആളുകൾ ഭൂമിയുടെ വയറ്റിലും ഇരിക്കാൻ കാരണം, കൃത്യമായിട്ട് അവിടെ ഫിക്സ് ചെയ്യാനുള്ള കാരണം ഗുരുത്വാകർഷണ ബലം. നമുക്കറിയാം, അതില്ലെങ്കിൽ രണ്ടാളുകളും, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ട ആളുകളെല്ലാം ഒഴുകി നടക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ വീണ്ടും പരിശുദ്ധ ഖുർആനില് അതിലേക്ക് നൽകുന്ന മറ്റൊരു സൂചന സൂറത്തുൽ ഗാഫിർ, പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാഫിറിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഇളകാത്ത രൂപത്തിലാക്കി തന്ന. ഖറ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുക, ഫിക്സ് ചെയ്യുന്നതിനാണ് ഖറ എന്നുള്ള പദം കൊണ്ട് വിഭജിക്കുന്നത്. അത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭപാത്രത്തെ സംബന്ധിച്ചും സൂറത്തുൽ മുർസലാത്തിന്റെ 21-ാമത്തെ വചനത്തിൽ ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ, അതിനെ ഭദ്രമായിട്ടൊരു സങ്കേതത്തിൽ വെച്ചു എന്ന് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയുടെ ഭൂമിയാകുന്ന ആ ഗർഭപാത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ യാത്രയിലുള്ള 2 സ്റ്റേജുകളാണ്. രണ്ടും നമുക്കറിയാം, രണ്ടും ശാശ്വതമല്ല. പക്ഷെ ശാശ്വതമല്ലാത്ത ഈ 2 കേന്ദ്രങ്ങളും നിങ്ങൾക്ക് വേണ്ടി യഥാക്രമത്തിൽ സംവിധാനിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, സിട്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്ര വിധത്തിലുള്ള ചലനങ്ങൾക്കാണ് ഭൂമി വിധേയാകുന്നത്. പക്ഷേ ആ ചലനങ്ങളൊന്നും ഭൂമിക്കകത്ത് ജീവിക്കുന്ന നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മണിക്കൂറിൽ 1600 കിലോമീറ്ററിൽ ഭൂമി തിരിയുന്നതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ ചുറ്റാൻ വേണ്ടി 1,70,000 km/h, മണിക്കൂറിൽ 1,70,000 കിലോമീറ്ററിൽ ഭൂമി സൂര്യന് നേരെ നീങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി സൂര്യൻ അടങ്ങുന്ന സൗരയുധം മൊത്തത്തിൽ നമ്മുടെ ഗാലക്സി, നമ്മുടെ മിൽക്കി വേക്ക് ചുറ്റും 7,20,000 km/h എന്നുള്ള വേഗതയിൽ ഈ ഗാലക്സിക്ക് നേരെ നമ്മുടെ സൗരയുധം ചലിക്കുന്നുണ്ട്. അപ്പൊ പലതരം ചലനങ്ങൾ, ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഓരോ മണിക്കൂറിലും നമ്മളെയും കൊണ്ട് ഈ ഭൂമി 45 ലക്ഷം കിലോമീറ്റർ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഓരോ മണിക്കൂറും സ്പേസിലൂടെ 45 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അതായത് സെക്കൻഡിൽ 1200 കിലോമീറ്റർ, ഓരോ സെക്കൻഡിലും 1200 കിലോമീറ്റർ നമ്മൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ ഒന്നും അറിയുന്നു പോലുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അറിയുന്നു പോലില്ല. കാരണം അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സ്റ്റേബിൾ ആക്കി തന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഭൂമി മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിലുള്ള സർവ്വതും ചലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൂക്ഷ്മ പ്രപഞ്ചത്തിലും സ്ഥൂല പ്രപഞ്ചത്തിലും ഉടനീളം ചലനം എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടുകൊണ്ട്, സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നമുക്ക് ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ, അതേപോലെ തന്നെ സ്ഥൂല പ്രപഞ്ചത്തിൽ ആകാശലോകത്ത് ഗാലക്സികളും ഗ്രഹങ്ങളെല്ലാം ചലനത്തിന് വിധേയമാണ്. മൊത്തം പ്രപഞ്ചത്തിലുടനീളം ചലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ഭുതപ്പെടുന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദിന്റെ 2-ാമത്തെ വചനം, 13-ാമത്തെ അധ്യായം സൂറത്തുൽ റഅദിന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം കുല്ലും യജ്രീലി അജലി മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കുല്ലും യജ്രി, എല്ലാം സഞ്ചരിക്കുന്നു.
അതേ രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയും നമ്മളെയും വഹിച്ചുകൊണ്ട് അതിവേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ആ സഞ്ചാരം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാതിരിക്കാനുള്ള കാരണം യാദൃച്ഛികമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ സംവിധാനിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തുൽ ലുഖ്മാന്റെ 10-ാമത്തെ വചനത്തിൽ അൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി, അപ്പൊ തീർച്ചയായിട്ടും ഭൂമി ഇളകുന്നുണ്ട്, ശക്തമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ആ ഇളക്കം നിങ്ങൾ അറിയാതിരിക്കാൻ, നിങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സംവിധാനങ്ങൾ വെച്ചു. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിവിടെ പഠന വിധേയമാക്കുന്ന ഗുരുത്വാകർഷണ ബലം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ശാസ്ത്രീയമായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്ന ശാസ്ത്രീയമായിട്ട് അതിൽ നമ്മൾ പിന്നിട്ട വഴികളാണ്. യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ ബലത്തെ നമ്മൾ അടുത്തറിയുന്നത് ഗലീലിയോ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനിലൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് വന്ന അരിസ്റ്റോട്ടിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, അപ്പൊ ഭാരം കുറഞ്ഞ വസ്തുക്കളെക്കാൾ ഭാരം കൂടിയ വസ്തുക്കളായിരിക്കും ആദ്യം നിലത്ത് പതിക്കുക. അതായിരുന്നു ഗലീലിയോ പറഞ്ഞത്. സ്വാഭാവികമാണ്, നമ്മളെല്ലാം കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും നിങ്ങൾ ഭാരമുള്ള ഒരു വസ്തുവും ഭാരമില്ലാത്തൊരു വസ്തുവും താഴേക്കിട്ടാൽ സ്വാഭാവികമായിട്ടും ഭാരമുള്ള വസ്തു ആയിരിക്കും ആദ്യം വന്ന് വീഴുക. പക്ഷേ ഗലീലിയോ പിന്നീട് വന്നുകൊണ്ട് അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ വസ്തുക്കളെയും ഭൂമി ഒരേ രൂപത്തിലാണ് ആകർഷിക്കുന്നത്. അപ്പൊ എല്ലാ വസ്തുക്കളും ഒരേ സമയത്താണ് നിലത്ത് വന്ന് വീഴേണ്ടത്. അത് അദ്ദേഹം നടത്തിയ പ്രസിദ്ധമായിട്ടുള്ള പരീക്ഷണം നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇറ്റലിയിൽ ആ ചെരിഞ്ഞ പിസാ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും ഒരു ചുറ്റികയും ഒരു തൂവലും അദ്ദേഹം താഴേക്കിട്ട സന്ദർഭത്തിൽ നമുക്കറിയാം എന്താ സംഭവിക്കുക. ചുറ്റിക ആദ്യം വന്ന് വീടും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ രണ്ടും ഒരേ രൂപത്തിൽ നിലത്ത് പതിക്കണം. പക്ഷെ തൂവല് വളരെ സാവധാനം വരാനുള്ള കാരണം അത് അതിന്റെ ഭാരമല്ല അവിടെ പ്രവർത്തിക്കുന്നത്, മറിച്ച് തൂവല് വായുവിന്റെ പ്രതിരോധം, എയർ റെസിസ്റ്റൻസിന് വിധേയമാകുന്നത് കൊണ്ടാണ് തൂവല് സാവധാനം പതിക്കുന്നത്. അതല്ലാതെ ഭാരമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എളുപ്പത്തിൽ മനസ്സിലാക്കിയ ഒരു ഉദാഹരണം, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് 2 കുടകൾ വാങ്ങാം. 2 ഒരേ കമ്പനിയുടെ ഒരേ ഭാരമുള്ള 2 കുടകൾ വാങ്ങിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ ആ 2 കുടകൾ ഇട്ട് കഴിഞ്ഞാൽ 2 ഒരേ സന്ദർഭത്തിൽ നിലത്ത് പതിക്കും. അതിനുശേഷം നിങ്ങൾ അതിൽ ഒരു കുട തുറന്നു വെച്ചിട്ടും മറ്റേ കുട തുറന്നു വെക്കാതെയുമാണ് നിങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്കിടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും തുറന്നു വെച്ച ആ കുട വളരെ സാവധാനമായിരിക്കും നിലത്ത് പതിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, രണ്ടിന്റെയും ഭാരം സെയിമാണ്, പക്ഷെ എന്നിട്ടും 2 സന്ദർഭത്തിലാണ് നിലത്ത് പതിക്കുന്നത്. കാരണം ഭാരമല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് വസ്തുക്കളുടെ ആകൃതിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. അല്ലെങ്കിൽ വായുവിന്റെ പ്രതിരോധം കാരണമാണ് ഇതേ രൂപത്തിൽ വ്യത്യസ്ത സമയത്ത് നിലത്ത് പതിക്കാനുള്ള കാരണം. എല്ലാം ഒരേ രൂപത്തിലാണ് ഭൂമി ആകർഷിക്കുക. അതാണ് ഇപ്പൊ ആക്സിലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പൊ ഗലീലിയോ പറഞ്ഞത് പ്രകാരം ഇപ്പൊ വായു ഇല്ലാത്തൊരു സ്ഥലത്ത്, വായു ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ വായു ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ രണ്ടും ഒരേ സന്ദർഭത്തിൽ വീഴണം. അത് നമ്മൾ കൃത്യമായിട്ട് പരീക്ഷിച്ച് അറിയുകയും ചെയ്തു. ഇപ്പോ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അവർ നടത്തിയ അപ്പോളോ മിഷൻ, അതിൽ 17ഓളം അപ്പോളോ മിഷൻ, ആ ചന്ദ്രനിൽ പോയ 17ഓളം ദൗത്യങ്ങളിൽ അപ്പോളോ 15 1971 അത് പരീക്ഷിച്ചറിയുകയും ചെയ്തു. അതായത് അവിടെ ചന്ദ്രനിൽ വെച്ചിട്ട് ഒരു തൂവലും ഒരു ചുറ്റികയും അവർ നിലത്തേക്കിട്ട സന്ദർഭത്തിൽ രണ്ടും ഒരേ സമയത്ത് വന്ന് വീഴുന്നതായിട്ടുള്ള ഒരു വീഡിയോ, അത് നിങ്ങൾ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഈ ഒരു ഭാഗത്ത് കാണിക്കുകയാണ്. And I guess one of the reasons we got here today was because of a gentleman named Galileo a long time ago who made a rather significant discovery about falling objects in gravity fields. And we thought that where would be a better place to confirm his findings than on the moon. And so we thought we'd try it here for you. The feather happens to be appropriately a falcon feather for our falcon. And I'll drop the 2 of them here and hopefully they'll hit the ground at the same time. How about that? Which proves that Mr. Galileo was correct in his findings. ഇപ്പൊ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് രണ്ടും ഒരേ സമയത്ത് നിലത്ത് വന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ പരീക്ഷണം ഇവിടെ അടുത്ത കാലത്ത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. BBC-യുടെ പ്രൊഫസർ ബ്രെയിൻ കോക്സിന്റെ ഒരു ഡോക്യുമെന്ററിയിൽ വളരെ കൃത്യമായിട്ട് ഇതേ പരീക്ഷണം അവർ ഭൂമിയിൽ വായു നീക്കം ചെയ്ത ഒരു വാക്വം ചാമ്പറിൽ ഇതേ രൂപത്തിൽ ഇരുമ്പ് ഗോളവും ഒരു തൂവലും വെച്ചിട്ട് പരീക്ഷണം നടത്തിയ സന്ദർഭത്തിലും അതേ റിസൾട്ട് ലഭിക്കുന്നതായിട്ട് ഒരു വീഡിയോ ക്ലിപ്പിംഗ് പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. ചുരുക്കത്തിൽ ഭാരം, അതായത് രണ്ടിന്റെയും ഭാരം ഒരേ രൂപത്തിലാണ്. ഭാരം എന്നുള്ളത് വസ്തുക്കളുടെ മീതെയുള്ള ഗുരുത്വാകർഷണമാണ്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, മാസും വെയിറ്റും അത് രണ്ടാണ്. മാസും വെയിറ്റും രണ്ടാണ്. മാസ് എന്ന് വെച്ചാൽ
പ്രപഞ്ചത്തിൽ എവിടെ പോയാലും നിങ്ങളുടെ മാസ് സമമായിരിക്കും. മാസ് എന്നുള്ളത് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിന്റെ അളവാണ് മാസ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സഞ്ചിയിൽ 10 പൊതികൾ ഉണ്ടെങ്കിൽ ആ സഞ്ചിയിലുള്ള 10 പൊതികൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ ഏത് ചൊവ്വയിലാകട്ടെ ഏത് ഗാലക്സിയിൽ പോയാലും അത് ആ 10 പൊതി അതിലുണ്ടാകും. അതായത് മാസ് സെയിം ആയിരിക്കും. പക്ഷേ വെയിറ്റ് എന്നുള്ളത്, അതായത് ഭാരം എന്നുള്ളത്, ആ മാസിന് മുകളിൽ ഗുരുത്വാകർഷണം എത്ര ശക്തിയിലാണോ പ്രയോഗിക്കുന്നത് അതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഗ്രാവിറ്റിയാണ് ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ മാസ് ഏത് ഗ്രഹത്തിൽ പോയാലും സെയിം ആയിരിക്കും. നേരത്തെ സഞ്ചിയിൽ പറഞ്ഞതുപോലെ മാസ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഭാരം, വെയിറ്റ് എന്നുള്ളത് ഗുരുത്വാകർഷണത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. കാരണം നിങ്ങളുടെ വെയിറ്റ് തീരുമാനിക്കുന്ന ഗുരുത്വാകർഷണമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 68 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ, ഭൂമിയിൽ 68 കിലോഗ്രാം തൂക്കമുള്ള ഒരാള്, അയാളിപ്പോ ഭൂമിയേക്കാൾ ഗുരുത്വാകർഷണമുള്ള ചന്ദ്രനിൽ, ഭൂമിയേക്കാൾ കുറവ് ഗുരുത്വാകർഷണ ബലമുള്ള ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാരം വെറും 11 കിലോഗ്രാം ആയിരിക്കും. 68 കിലോ ഭൂമിയിൽ വെയിറ്റ് ഉള്ള ഒരാൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ വെറും 11 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോ അപ്പോളോ യാത്രികരെല്ലാം ആ ചന്ദ്രനിൽ ഒഴുകി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേ സന്ദർഭത്തിൽ ഇപ്പൊ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ട് അറിയപ്പെടുന്ന വ്യാഴം, ആ വ്യാഴം നമുക്കറിയാം വലിപ്പം കൂടുന്നതിനനുസരിച്ച്, ഭാരം കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി കൂടും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഭാരം ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിൽ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ 68 കിലോഗ്രാം ഭാരമുള്ള ഒരാള് വ്യാഴത്തിലെത്തുന്ന സന്ദർഭത്തിൽ 159 കിലോഗ്രാം അവിടെ ഭാരം ഉണ്ടാകും. ഇനി അതിനേക്കാളല്ല, അപ്പൊ സൂര്യൻ, നമുക്കറിയാം സൗരയൂഥത്തിന്റെ സെന്റർ ആയിട്ട് അറിയപ്പെടുന്ന സൂര്യൻ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള, ഭൂമിയേക്കാൾ 3 ലക്ഷം മടങ്ങ് അതിന് വലിപ്പമുണ്ട്. അപ്പൊ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റിയാണ് സൂര്യനുള്ളത്. അതുകൊണ്ടാണ് സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം അതേ രൂപത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ഗ്രാവിറ്റിയുള്ള സൂര്യനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 68 കിലോഗ്രാം ഭൂമിയിൽ ഭാരമുള്ള ഒരാള് സൂര്യനിലെത്തുന്ന സന്ദർഭത്തിൽ 1904 കിലോഗ്രാം ഭാരം അയാൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഗലീലിയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഗലീലിയോ പറഞ്ഞത് എല്ലാം ഒരേ രൂപത്തിലാണ് ആകർഷിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു താഴേക്ക് വീഴുന്ന വസ്തുക്കളുടെ ആക്സിലറേഷൻ വർദ്ധിക്കുന്നുണ്ട്, അതായത് പ്രവേഗം വർദ്ധിക്കുന്നുണ്ടല്ലോ. അതായത് ഓൾ ഫോളിംഗ് ഒബ്ജക്ട് ആർ ആക്സിലറേറ്റഡ്. അതായത് ഇപ്പൊ നിങ്ങൾ 1-ാം നിലയിൽ നിന്ന്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ 1-ാം നിലയിൽ നിന്ന് നിങ്ങൾക്ക് ചാടുന്ന സന്ദർഭത്തിൽ വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ ബിൽഡിങ്ങിന്റെ 7-ാമത്തെ നിലയിൽ നിന്നാണ് നിങ്ങൾ ചാടുന്നതെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവൻ തന്നെ ബാക്കി ഉണ്ടാവില്ല. കാരണം താഴേക്ക് വീഴുന്ന വസ്തുക്കൾ ഓരോ സെക്കൻഡിലും അതിന്റെ പ്രവേഗം, ആക്സിലറേഷൻ വർദ്ധിക്കുന്നു. അതായത് 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള തോതിൽ അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതും അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഗുരുത്വാകർഷണമാണ് ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത്. ഗുരുത്വാകർഷണം കുറഞ്ഞ സ്ഥലത്ത് ഭാരം കുറയും എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിൽ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ഗ്രാവിറ്റി, ഭൂമിയിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഗുരുത്വാകർഷണം ഒരേ രൂപത്തിലല്ല. അപ്പൊ പർവ്വതത്തിന്റെ മുകളിലെല്ലാം കയറി നമ്മൾ നമ്മുടെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു അല്പം കുറവുണ്ടാകും. കാരണം ഭൂമിയുടെ സെന്ററിലേക്കാണ് ഗുരുത്വാകർഷണം ഉള്ളത്. അപ്പൊ സെന്ററിൽ നിന്ന് നമ്മൾ അകലുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാവിറ്റി കുറയും. അപ്പൊ അത് ഭാരം കുറയും എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്ന് അകലുന്തോറും ഗ്രാവിറ്റി കുറയും. അപ്പൊ അവിടെ ഭാരം കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ കാനഡയിലുള്ള ഒരു ഹഡ്സൺ ബേ എന്നറിയപ്പെടുന്ന ആ പ്രദേശമാണ് ഭൂമിയിൽ ഏറ്റവും ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഗ്രാവിറ്റിയുടെ കുറവ്, വേരിയേഷൻ, അത് ഒരേ രൂപത്തിൽ ഈവൻലി അല്ല ഭൂമിയിലുള്ളത്. ആ സെന്ററിനോട് അടുത്ത പ്രദേശത്ത് ഗ്രാവിറ്റി കൂടും. സെന്ററിൽ നിന്ന് നമ്മൾ അകലുന്നതിനനുസരിച്ച് അതില് വേരിയേഷൻ കാണും. എത്രത്തോളം വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം വരെ ഗ്രാവിറ്റിയെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. ഈ രൂപത്തിലാണ് നമ്മൾ മൊത്തത്തില് ഇപ്പോ നമ്മൾ അത് മാത്രമല്ല, മറിച്ച് പറയാൻ വിട്ടൊരു കാര്യം, ഈ ഗ്രാവിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ 4 ബലങ്ങളിൽ ഏറ്റവും വീക്ക് ഫോഴ്സ് എന്നുള്ളത് ഗ്രാവിറ്റിയാണ്. ഇപ്പൊ നമ്മളൊരു പുസ്തകം, നിലത്ത് വീണൊരു പുസ്തകം നിങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചൊക്കെ, ഭൂമിയുടെ മൊത്തം ഗ്രാവിറ്റി ആ പുസ്തകത്തെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ മൊത്തം ഗ്രാവിറ്റിയെ ഭേദിച്ചിട്ടാണ് നിലത്തുനിന്ന് നിങ്ങൾ ആ പുസ്തകം എടുക്കുന്നത്. ആ രൂപത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. അതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഗലീലിയോ ഈ 2 കാര്യങ്ങളാണ് കണ്ടെത്തിയത്. എല്ലാ വസ്തുക്കളും ഒരേ വേഗതയിലാണ് ഭൂമിയിലേക്ക് വീഴുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. പിന്നീട് ഈ മേഖലയിൽ ഏറ്റവും വലിയ നിർണായകമായിട്ട് വഴിത്തിരിവ് നമുക്കെല്ലാവർക്കും 1642 സർ ഐസക് ന്യൂട്ടൺ വരികയാണ്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ ആ ഒരു കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയത, അതായത് ശാസ്ത്രീയമായിട്ട് വായിക്കാൻ സാധിച്ച യഥാർത്ഥത്തിൽ അത് ആ രൂപത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ന്യൂട്ടൺ അദ്ദേഹം പഠിക്കുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തിൽ അക്കാലത്ത് പ്ലേഗ് ഉണ്ടായ സമയത്ത് യൂണിവേഴ്സിറ്റി ഒരുപാട് കാലം പൂട്ടിയിട്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ ദൂരെ അങ്ങോട്ട് ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോയി അവിടെ ഒരു ആപ്പിൾ തോട്ടത്തിൽ അദ്ദേഹം കയറിയിരിക്കുന്ന സമയത്ത് ഒരു ആപ്പിൾ വീഴുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. തലയിലേക്കായിരുന്നില്ല വീണത്. അതാണ് വായിക്കാൻ സാധിച്ചത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീനിയസ് എന്താന്ന് വെച്ചാൽ,
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജീനിയസ് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഭൂമിയിലേക്ക് വീഴാൻ കാരണമായിട്ടുള്ള അതേ ഫോഴ്സാണ് യഥാർത്ഥത്തിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങാനും ഭൂമി സൂര്യനെ ചുറ്റാനും മാത്രമല്ല മൊത്തം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഇതേ രൂപത്തിൽ ആകർഷിക്കാനും അതിനിടയിലെല്ലാം പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഭൂമിയിലേക്ക് ആപ്പിള് വീഴാൻ കാരണമായി തീർന്ന അതേ ഫോഴ്സാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ജീനിയസ്. അതായത് ഗ്രാവിറ്റേഷൻ, ജനറലൈസേഷൻ ഓഫ് ഗ്രാവിറ്റി. അദ്ദേഹം ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണത്തെ അദ്ദേഹം ജനറലൈസ് ചെയ്ത് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ. അതല്ലാതെ ആപ്പിള് വീഴുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ആപ്പിള് ഭൂമി ആകർഷിക്കുന്നുണ്ട് എന്നല്ല അദ്ദേഹം കണ്ടെത്തിയത്. ആ കണ്ടെത്തലിന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് 1687 അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥം പുറത്തിറങ്ങി, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം പുറത്തിറങ്ങി. 3 വാള്യങ്ങളുള്ള ആ ഗ്രന്ഥം ഫ്രഞ്ച് ഭാഷയിലാണ് അദ്ദേഹം രചിച്ചത്. അതിന്റെ വ്യാഖ്യാനങ്ങൾ നിരവധി ആളുകൾ, ഇപ്പോൾ വോൾട്ടയറിനെ പോലെയുള്ള ആളുകൾ അതിന്റെ വ്യാഖ്യാനം എഴുതി. പിന്നീട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞ, പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ, അത് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള, അതായത് ചന്ദ്രശേഖർ സീമ, ബ്ലാക്ക് ഹോളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അതെല്ലാം കണ്ടെത്തി അദ്ദേഹവും പിന്നീട് അതിനൊരു വ്യാഖ്യാനം രചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം അതിലൂടെ ഗുരുത്വാകർഷണത്തെ ന്യൂട്ടനെ വളരെ ലളിതമായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള ഭാരമുള്ള സർവ്വ വസ്തുക്കളും ആകർഷിക്കുന്നുണ്ട്, ആകർഷിക്കുക മാത്രമാണ്, അതല്ലാതെ അതായത് ഗുരുത്വാകർഷണത്തിന് റിപ്പൽ, അതായത് ആകർഷണ സ്വഭാവം മാത്രമാണ്, അതല്ലാതെ വികർഷിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ 2 വസ്തുക്കൾ തമ്മിലുള്ള പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആകർഷണം സംഭവിക്കുന്നത്. അതായത് പിണ്ഡം വർദ്ധിച്ചാൽ, ഭാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആകർഷണം വർദ്ധിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതായത് മാസ് വെയിറ്റും തമ്മിലുള്ള ആ ഉദാഹരണം നേരത്തെ പറഞ്ഞു. പിണ്ഡം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആകർഷണം വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, വസ്തുക്കൾക്കിടയിലുള്ള ദൂരം കൂടുന്തോറും ആകർഷണം കുറയുമെന്നുള്ളത്. ദൂരത്തിനനുസരിച്ചല്ല, ദൂരത്തിന്റെ ഇരട്ടി, ദൂരത്തിന്റെ വർഗത്തിന് അനുപാതമായിട്ട് അത് കുറയും. അതാണ് ന്യൂട്ടൺ നൽകിയ വിശദീകരണം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഫോർമുല നമ്മൾ പല ആളുകൾ കേട്ട്, F=G(m1m2/r²). F=, അതായത് F എന്നുള്ളത് ഫോഴ്സ്=G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, m1m2 എന്ന് വെച്ചാൽ 2 ഒബ്ജക്ട്, 2 വസ്തുക്കൾ, പിന്നീട് അടിയിൽ വരുന്ന r², അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അതേ രൂപത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അത് മാത്രമല്ല, ഈ ദൂരം അളക്കുന്നത് രണ്ടിന്റെയും കേന്ദ്ര ബിന്ദുവിൽ നിന്നായിരിക്കും. അതായത് ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ സെന്ററിലേക്കാണ്, കേന്ദ്രത്തിലേക്കാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ അകലുന്തോറും ഗ്രാവിറ്റി കുറയാൻ കാരണമാകും. നേരത്തെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ട്, അതായത് നമ്മൾ പർവ്വതത്തിന്റെ മുകളിലേക്ക്, അതായത് ഭൂമിയുടെ സെന്ററിൽ നിന്നും എത്ര നിങ്ങൾ അകലുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ഭാരം കുറയാനുള്ള കാരണം ഗ്രാവിറ്റി കുറയുന്നതാണ്. അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ചുരുക്കത്തില് എല്ലാ വസ്തുക്കളെയും, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നിൽക്കുന്നതിൽ അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ വസ്തുക്കൾ ആകർഷിക്കാനുള്ള കാരണം ഗുരുത്വാകർഷണമാണെന്ന് ന്യൂട്ടൺ കണ്ടെത്തുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർ തന്നെ നൽകുന്ന ഒരു ഉദാഹരണം, ഇപ്പൊ ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ കയ്യിൽ ഒരു ചരടിൽ ഒരു കല്ല് കെട്ടിയിട്ട് നിങ്ങൾ ആ ചരട് നിങ്ങൾ കയ്യിൽ പിടിച്ചിങ്ങനെ കറക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ആ കൈയാണ് യഥാർത്ഥത്തിൽ സൂര്യൻ, നിങ്ങളുടെ ആ കെട്ടിയിട്ട ആ കല്ലാണ് യഥാർത്ഥത്തിൽ ഭൂമി. ആ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കയറാണ് യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ ബലം. ആ രൂപത്തിലാണ്. ഇനി നിങ്ങൾ ആ മനസ്സിൽ നിന്ന് ആ കയറിനെ അങ്ങോട്ട് മായ്ക്കുക. കയറിനെ നിങ്ങൾ കാണുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കയറ്. ആ ഇൻവിസിബിൾ ആയിട്ടുള്ള കയറാണ് യഥാർത്ഥത്തിൽ ഭൂഗുരുത്വം, അതായത് ഗുരുത്വാകർഷണ ബലം. അതാണ് ന്യൂട്ടൺ വിശദീകരിച്ചത്. ഇവിടെ പോസ് ചെയ്ത് നമ്മൾ സാന്ദർഭികമായിട്ട് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. കാണാൻ കഴിയാത്ത ഒരു തൂണുകൾ മൂലം ആകാശത്തെ ഞാൻ നിലനിർത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ അതേ കാര്യം ആവർത്തിക്കുന്നത് സൂറത്തുൽ റഅദിന്റെ 2-ാമത്തെ വചനത്തിലും, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ വെച്ച് ആകാശത്തെ ഞാൻ നിലനിർത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രസ്താവന, ആഴത്തിലുള്ള ആ പ്രസ്താവനയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അല്ലാഹു അലം വളരെ കൃത്യമായിട്ട് അതിലേക്കുള്ള ഒരു സൂചനയാണ്. അപ്പൊ ന്യൂട്ടന്റെ ആ ഗുരുത്വാകർഷണ നിയമം വെച്ച് നമുക്ക് ഗ്രഹങ്ങളുടെ ചലനം, അതേപോലെ തന്നെ വേഗത, അതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രവചിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ ഒരു ഫോർമുല കാരണമാണ് പിന്നീട് നമ്മൾ നെപ്റ്റ്യൂൺ എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹത്തെയും നമ്മൾ കണ്ടെത്തി. അതായത് ന്യൂട്ടന്റെ ആ ഫോർമുല വെച്ച് നോക്കിയ സന്ദർഭത്തിൽ ആ യുറാനസ് എന്നറിയപ്പെടുന്ന ആ ഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ കണ്ട ഒരു ചെറിയ വ്യതിയാനം അവർ കണ്ടു. ആ വ്യതിയാനത്തിന് കാരണം ഒരുപക്ഷെ അതിനപ്പുറത്തുള്ള ഒരു ഗ്രഹമായിരിക്കാമെന്ന് അവർ ഊഹിക്കാണ്, ഒരു അനുമാനം. ആ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ടെലസ്കോപ്പ് വെച്ച് അവിടെ പരിശോധിച്ച സന്ദർഭത്തിൽ കൃത്യമായിട്ട്
കൃത്യമായിട്ട് അവിടെ ഒരു ഗ്രഹം, അതായത് നെപ്റ്റ്യൂൺ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഗ്രഹത്തെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം ചന്ദ്രയാത്രകളെല്ലാം പോയി വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള കാരണം ന്യൂട്ടന്റെ ഈ നിയമങ്ങളാണ്. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വസ്തു നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ പ്രപഞ്ചം എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. നമ്മൾ സൃഷ്ടിക്കുന്ന ഫോർമുലകളിലേക്ക് കൃത്യമായിട്ട് അതിനെ ഇടക്കി ചേർക്കാൻ സാധിക്കുകയാണ്. അതായത് പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ വേണ്ടി യഥാർത്ഥത്തിൽ സൃഷ്ടാവ് നൽകിയിട്ടുള്ളത്, അതായത് പ്രപഞ്ചത്തെ കൃത്യമായിട്ട് നമുക്ക് വിധേയമാക്കി തന്നതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് പ്രപഞ്ചത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വസഖറ ലക്കും മാഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിധേയമാക്കി തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം പാതയിൽ നിന്നെല്ലാം ഒരല്പം പോലും തെന്നിമാറാൻ കഴിയാത്ത വിധം ആ ഗ്രഹങ്ങളെല്ലാം നീങ്ങാനുള്ള കാരണം അവർക്കിടയിൽ പ്രയോഗിക്കുന്ന ആ ഗുരുത്വാകർഷണ ബലമാണ്. പക്ഷെ ആ ഗുരുത്വാകർഷണ ബലം കൃത്യമായിട്ട് അവക്കിടയിലെല്ലാം വിന്യസിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങളെല്ലാം പ്രപഞ്ചം ഇതേ രൂപത്തിൽ നിലനിൽക്കുന്നത്. അത് യാദൃച്ഛികമായിട്ട് അത് രൂപത്തിൽ ഉണ്ടായതല്ല, മറിച്ച് അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ സൃഷ്ടാവ് അതിനെ വിന്യസിപ്പിച്ചതാണ്. ന്യൂട്ടന്റെ തന്നെ മനോഹരമായിട്ടുള്ള പ്രസ്താവന, യഥാർത്ഥത്തിൽ ന്യൂട്ടൻ ശക്തമായിട്ടൊരു ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രസ്താവന വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഗ്രാവിറ്റി എക്സ്പ്ലെയിൻ മോഷൻ ഓഫ് പ്ലാനറ്റ് ബട്ട് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൂ സെറ്റ് ദ പ്ലാനറ്റ് ഇൻ മോഷൻ. ഗ്രാവിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രഹങ്ങളുടെ ചലനം നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കും, പക്ഷേ ആ ഗ്രഹങ്ങളെ അതേ രൂപത്തിൽ സംവിധാനിച്ചത് ആരാണെന്ന് എന്റെ തിയറി വെച്ച്, എന്റെ ഫോർമുല വെച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല എന്നാണ് ന്യൂട്ടൻ തന്നെ പറഞ്ഞത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ രൂപത്തിൽ വളരെ സംവിധാനിച്ചത് അല്ലെങ്കിൽ അതിനെ വ്യവസ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പൊ ന്യൂട്ടന്റെ ഫോർമുല നേരത്തെ പറഞ്ഞ F=G(m1m2/r² എന്നറിയപ്പെടുന്ന ഫോർമുലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു G എന്നറിയപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ആ ജിയെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഹെൻറി കാവൻഡിഷ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. അദ്ദേഹമാണ് നമുക്കറിയാം ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നതെല്ലാം തെളിയിച്ചത് ഈ ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം ഒരു പ്രത്യേക ഉപകരണം വെച്ചിട്ട് ഭൂമിയുടെ പിണ്ഡം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ഭാരം അദ്ദേഹം നിർണ്ണയിച്ചു. അതിലൂടെ പിന്നീട് നമുക്ക് G, അതായത് ന്യൂട്ടന്റെ ഫോർമുലയിലുള്ള ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വില നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടുകൂടെ പിന്നീട് നമ്മൾ ഈ സെലസ്റ്റിയൽ ബോഡീസ്, അതായത് ഉപരിലോകത്തുള്ള ഗ്രഹങ്ങളുടെയും ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അതേപോലെ തന്നെ ഗാലക്സികളുടെ എല്ലാം ഭാരം കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് കണക്കാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ന്യൂട്ടന്റെ തിയറി, അപ്പൊ ഇതെല്ലാം ഈ ഒരു തിയറി വെച്ച് ന്യൂട്ടന്റെ ഫോർമുല വെച്ച് നമുക്ക് സാധിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ന്യൂട്ടന്റെ തിയറി വെച്ച് എത്ര വേഗത്തിലാണ് ഒരു വസ്തുക്കൾ സഞ്ചരിക്കുന്നത്, അതേപോലെ തന്നെ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണം എത്രയാണ്, അതേപോലെ തന്നെ അതിന്റെ ഭാരം എല്ലാം നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ സാധിച്ചു. പക്ഷേ എന്താണ് ഗ്രാവിറ്റി, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ടൊരു വിശദീകരണം ന്യൂട്ടന് നൽകാൻ സാധിച്ചിരുന്നില്ല. അതൊരു ഇൻവിസിബിൾ ഫോഴ്സ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ ഫോർമുല വെച്ച് ഒരു ബുധൻ, അതായത് മെർക്കുറി എന്നറിയപ്പെടുന്ന ആ ഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ച സന്ദർഭത്തിൽ അതിന്റെ ഓർബിറ്റിൽ ചെറിയൊരു വ്യതിയാനം അവർക്ക് നിരീക്ഷിക്കാൻ സാധിച്ചു. അത് ന്യൂട്ടന്റെ ഫോർമുല വെച്ചിട്ട് അവർക്ക് പരിഹരിക്കാനും സാധിക്കുന്നില്ല. അതായത് സൂര്യനോട് അടുക്കുന്ന സന്ദർഭത്തിൽ ഈ മെർക്കുറി, അതായത് ഈ ബുധൻ എന്നറിയപ്പെടുന്ന ഗ്രഹത്തിന്റെ അതിന്റെ ദീർഘവൃത്താകാരമായിട്ടുള്ള ഓർബിറ്റിൽ ഒരു അല്പം തെന്നിമാറൽ, അതായത് ഒരു 40 ആർക്ക് സെക്കൻഡ് തെന്നിമാറുന്നതായിട്ട് അവർക്ക് നിരീക്ഷിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് മെർക്കറിയുടെ അതായത് ബുധന്റെ ഭ്രമണപഥത്തിലെ ഒരു വ്യതിയാനം വരാനുള്ള കാരണമെന്ന് ന്യൂട്ടന്റെ സിദ്ധാന്തം വെച്ചിട്ട് അവർക്ക് എങ്ങനെയായിട്ടും വിശദീകരിക്കാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോരായ്മകൾ അവിടെ അവശേഷിച്ചുകൊണ്ട് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് 200ഓളം വർഷം ശാസ്ത്രലോകത്ത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സിദ്ധാന്തമായിട്ട് ന്യൂട്ടന്റെ വിശദീകരണം നിലകൊണ്ടുവന്നുള്ളത്. പിന്നീട് 1905 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് വിപ്ലവം കുറിച്ചുകൊണ്ട് ശാസ്ത്രലോകത്ത് 3 പ്രബന്ധങ്ങൾ കടന്നുവരുന്നത്. നമുക്കറിയാം അടുത്തായിട്ട് കടന്നുവരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ 3 പ്രബന്ധങ്ങൾ കൊണ്ടുവരുന്നത് വലിയ വിപ്ലവത്തിന് ശാസ്ത്രലോകത്ത് അത് കാരണമായി തീരുകയാണ്. അദ്ദേഹത്തിന് തൊട്ടുമുമ്പ് മൈക്കൽസൺ മോർലിയുടെ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, അതായത് മാക്സ്വെലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക്, അതെല്ലാം കടന്നു വരുന്നുണ്ട്. ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പരാമർശിച്ച് പോവാണ്. 1905 അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളിലൂടെ എത്തിച്ചേർന്ന 1905 അദ്ദേഹം പുറത്തിറക്കിയ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് അദ്ദേഹം രൂപം നൽകുകയാണ്. അതിലൂടെ അദ്ദേഹം എന്താണ് റിലേറ്റിവിറ്റി എന്ന് വിശദീകരിച്ചു. അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള E=mc² പ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ടെത്തലായിരുന്നു പ്രപഞ്ചത്തിലുള്ള കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്നുള്ളത് പ്രകാശാണ്.
പ്രകാശത്തെക്കാൾ വേഗത്തിൽ മറ്റൊന്നിനും സഞ്ചരിക്കാൻ സാധ്യമല്ല, പ്രകാശപ്രവേഗം ഭേദിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. പ്രകാശപ്രവേഗം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വേഗത. അതിനെ ഒരിക്കലും ഭേദിച്ച് മറ്റൊന്നിനും സഞ്ചരിക്കാൻ സാധ്യമല്ല. അതാണ് ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറിയിലൂടെ അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഐൻസ്റ്റീന് തൊട്ട് മുമ്പ് വന്ന ന്യൂട്ടൻ അദ്ദേഹത്തിന്റെ വിശദീകരണ പ്രകാരം 2 വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണം ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ഒന്ന് മാറിയാൽ ഉടൻ തന്നെ അതിന്റെ എഫക്റ്റ് മറ്റേ വസ്തുവിൽ അറിയുമെന്നുള്ളത്. അതായത് ഗ്രാവിറ്റി എന്നുള്ളത് ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് ആണ്. അതായത് ന്യൂട്ടൺ മനസ്സിലാക്കിയത് പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും സമയം ഒരേ രൂപത്തിലാണ് ചലിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് 5 ക്ലോക്ക് വാങ്ങിയിട്ട്, ഒരു ക്ലോക്ക് ഇവിടെ, ഒരു ക്ലോക്ക് ചന്ദ്രനിലോ, ഒരു ക്ലോക്ക് ഒരുപാട് അകലെ ഏതെങ്കിലും യുറാനസിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ കൊണ്ടുപോയി വെച്ചു, ഒരു ക്ലോക്ക് മില്യൺ കണക്കിന് അപ്പുറത്തുള്ള ഒരു പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ഗാലക്സിയിലും കൊണ്ടുപോയി വെച്ചാൽ ന്യൂട്ടന്റെ വിശദീകരണ പ്രകാരം എല്ലാ ക്ലോക്കും ഒരേ രൂപത്തിലായിരിക്കും ടിക്ക് ചെയ്യുക, എല്ലാ ക്ലോക്കും ഒരേ രൂപത്തിലായിരിക്കും ചലിക്കുക. അതായിരുന്നു ന്യൂട്ടന്റെ വിശദീകരണം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു, ഐൻസ്റ്റൈൻ അദ്ദേഹം കണ്ടെത്തിയത് പ്രകാശമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വേഗത. പ്രകാശ പ്രവേഗത്തെ ഭേദിക്കാൻ യാതൊന്നിനും സാധ്യമല്ല. അപ്പൊ അവിടെ ഉയർന്നു വരുന്ന വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അപ്പൊ സൂര്യനിൽ നിന്നും പ്രകാശം നമ്മളിലേക്ക് എത്താൻ 8 മിനിറ്റ് സമയം വേണം. സൂര്യപ്രകാശം 8 മിനിറ്റ് സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിലെത്തുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന സൂര്യൻ യഥാർത്ഥത്തിൽ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. അപ്പൊ സൂര്യൻ എങ്ങാനും അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചാൽ ന്യൂട്ടന്റെ വിശദീകരണ പ്രകാരം ഉടൻ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മൾ അറിയും. ഉടൻ തന്നെ ഭൂമിയിൽ ഇരുട്ട് പടരും. അതായത് ഉടൻ തന്നെ അതിന്റെ എഫക്റ്റ് നമ്മൾ ഭൂമിയിൽ കാണും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം മനസ്സിലാക്കി, ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിലൂടെ മനസ്സിലാക്കി, പ്രകാശപ്രവേഗത്തെക്കാൾ പ്രകാശത്തിന്റെ വേഗതയിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ സൂര്യൻ നശിച്ച ഉടൻ തന്നെ അറിയുക? കാരണം സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ നശിച്ചാലും 8 മിനിറ്റ് കഴിഞ്ഞേ അതിന്റെ എഫക്റ്റ് നമ്മൾ അറിയാൻ പാടുള്ളൂ. കാരണം ഗ്രാവിറ്റി ഒരിക്കലും പ്രകാശത്തിന്റെ പ്രവേഗത അല്ലെങ്കിൽ പ്രകാശ വേഗത ഭേദിക്കാൻ ഗ്രാവിറ്റിക്ക് സാധ്യമല്ല. ഇപ്പൊ എങ്ങനെയാണ് ഇതിനൊരു കൃത്യമായിട്ടൊരു വിശദീകരണം നൽകുക എന്നുള്ളത്, അത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അദ്ദേഹത്തിന്റെ, അതായത് സ്പെഷ്യൽ തിയറിയുടെ മുമ്പിൽ പരിഹരിക്കാൻ കഴിയാത്തൊരു ചോദ്യമായിട്ട് അത് അവിടെ അവശേഷിച്ചു. അതിന് 10 വർഷത്തോളം നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിനൊരു പരിഹാരം, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഐൻസ്റ്റീൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള തോട്ട്, അതായത് ആ രൂപത്തിലാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചത്. ദ ഹാപ്പിയസ്റ്റ് തോട്ട് ഇൻ മൈ ലൈഫ്, അതാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചത്. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആശയം വിശദീകരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, വീഴുന്ന വസ്തുക്കൾക്ക് ഒരിക്കലും ഗ്രാവിറ്റി ഫീൽ ചെയ്യില്ല, അതിന്റെ ഗ്രാവിറ്റി 0 ആയിരിക്കും. അതായത് ഫോളിംഗ് ഈസ് ലൈക്ക് ഫ്ലോട്ടിംഗ് ഇൻ എംപ്റ്റി സ്പേസ്, അതാണ് ഐൻസ്റ്റീന്റെ വിശദീകരണം. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് എന്നറിയപ്പെടുന്ന ആ ഒരു ആശയത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ തിയറി നവീകരിച്ചുകൊണ്ട് അദ്ദേഹം പുതിയതായിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതായത് പൊതു ആപേക്ഷികത സിദ്ധാന്തം അദ്ദേഹം രൂപം നൽകുകയാണ്. അതിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് ഗുരുത്വാകർഷണ ബലം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ G=8πT എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ, ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻ, അത് പ്രകാരം സമയവും സ്ഥലവും എന്നുള്ളതെല്ലാം അത് സമയവും സ്ഥലവും ഇഴകിച്ചേർന്ന ഒരു ഡയമെൻഷൻ, ഒരു മാനമാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ മനസ്സിലാക്കുക ഒരല്പം പ്രയാസമാണ്. അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന പ്രപഞ്ചം എന്നുള്ളത് ഒരു 3 ഡയമെൻഷൻ വേൾഡ് ആണ് നമ്മൾ കാണുന്നത്. അതായത് വസ്തുക്കളെ നീളം, വീതി, പൊക്കം, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും അതെല്ലാം ഉള്ള ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഐൻസ്റ്റീൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ആ 3 ഡയമെൻഷൻ അല്ല, മറിച്ച് നമ്മൾ കാണാത്ത 4മതൊരു മാനം കൂടെ അതിനകത്തുണ്ട്. അതായത് സമയത്തെ അദ്ദേഹം ഒരു മാനമായിട്ട് അദ്ദേഹം സങ്കല്പിക്കുക. അതായത് യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചം എന്നുള്ളത് 3 ഡയമെൻഷൻ അല്ല, മറിച്ച് 4 ഡയമെൻഷൻ ആണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഉദാഹരണം, വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് പറയാണ്, നാളെ നിങ്ങൾ കൊല്ലത്തുള്ള ഒരു ടൗണിൽ ഇന്ന പേരുള്ള ഒരു ബിൽഡിങ്ങിന്റെ 5ാം നിലയിൽ നിങ്ങൾ വരണമെന്ന് ഞാൻ ഒരാളോട് പറയാണ്. അപ്പൊ അവിടെ ഞാൻ സ്ഥലവും അതേപോലെ തന്നെ അതിന്റെ ഹൈറ്റ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് സമയത്താണ് ഞാൻ വരേണ്ടത്? സമയം ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് എന്റെ ആ ഒരു സംസാരം വിശദീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ സമയം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് സ്ഥലത്തിനകത്ത് ഇഴകിച്ചേർന്ന ഒരു മാനമാണ് സമയം. സ്ഥലത്തു നിന്ന് ഒരിക്കലും സമയത്തെ വേർപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഐൻസ്റ്റീൻ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ വിശദീകരണം തെറ്റായിട്ട് വരും. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലത്തും സമയം ഒരേ രൂപത്തിലായില്ല, മറിച്ച് പ്രപഞ്ചത്തിലെ വ്യത്യസ്ത സ്ഥലത്ത് വ്യത്യസ്ത സമയങ്ങളായിരിക്കും. അതാണ് ഐൻസ്റ്റീൻ നൽകിയ വിശദീകരണം. അതേപോലെ തന്നെ ഗുരുത്വാകർഷണത്തിന് അദ്ദേഹം നൽകിയ വിശദീകരണം എന്താന്ന് വെച്ചാൽ,
മാസുള്ള വസ്തുക്കൾ, മാസുള്ള ഭാരമുള്ള വസ്തുക്കൾ, സ്പേസ് ടൈം, അതായത് സമയം, ഞാൻ പറഞ്ഞു സ്പേസ് എന്നുള്ളത് ഒരു മാനാണ്. ആ സ്പേസിൽ ഉണ്ടാക്കുന്ന വളവുകൾ അല്ലെങ്കിൽ കർവേച്ചർ, അതാണ് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി ആയിട്ട് അനുഭവപ്പെടുന്നത്. എനിക്കറിയാം ഈ ഒരു വിശദീകരണം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് കാണിക്കുന്ന വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് ഗ്രാവിറ്റി എന്നുള്ളത് ഒരു അദൃശ്യ ബലമല്ല, മറിച്ച് അതായത് സ്പേസിന്റെ കർവേച്ചർ ആണ് ഗ്രാവിറ്റി ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ഇറ്റ് ഈസ് ഷേപ്പ് ഓഫ് സ്പേസ് ടൈം ചേഞ്ചിങ്. സ്പേസ് ടൈമിന്റെ ചേഞ്ചിങ് അല്ലെങ്കിൽ അതിന്റെ മാറ്റമാണ് ഗ്രാവിറ്റി ആയിട്ട് അനുഭവപ്പെടുന്നത്, അല്ലാതെ അതൊരു ബലമല്ല എന്നുള്ളത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പൊ നിങ്ങൾ വലിച്ചു നീട്ടിയ റബ്ബർ ഷീറ്റ് മനസ്സിൽ സങ്കല്പിക്കുക. ആ റബ്ബർ ഷീറ്റിലേക്ക് നിങ്ങൾ ഇരുമ്പിന്റെ ബോൾ നിങ്ങൾ വെക്കുന്ന സന്ദർഭത്തിൽ ആ നടുവിലൊരു ബോൾ വെച്ചാൽ അവിടെ ഒരു കുഴി രൂപപ്പെടും, ഒരു കർവ് രൂപപ്പെടും. പിന്നീട് നിങ്ങൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ഭാരമില്ലാത്ത വസ്തു ഇടുന്ന സന്ദർഭത്തിൽ ആ കർവിന് ചുറ്റും അതിങ്ങനെ ഭ്രമണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്റെ വിശദീകരണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള 2 വീഡിയോ ആണ് തുടർന്ന് കാണിക്കുക. അത് കണ്ടാൽ കൃത്യമായിട്ട് എന്താണ് ഞാൻ പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. This was a truly radical break from Newton. Think of this table as space-time, and think of these balls as objects in space. Now, if space-time were nice and flat, like the surface of this table, objects would travel in straight lines. But if space is like a fabric that can stretch and bend, well, this may seem a little strange. But watch what happens if I put something heavy on the stretchy space-time fabric. Now if I take my shot again, the ball travels along an indentation in the fabric that the heavier object creates. And this, Einstein realized, is how gravity actually works. It's the warping of space-time caused by the objects within it. In other words, gravity is the shape of space-time itself. The moon is kept in orbit not because it's pulled to the Earth by some mysterious force, but rather because it rolls along a curve in the space-time fabric that the Earth creates. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി എന്നുള്ള ഗുരുത്വാകർഷണം എന്നുള്ള ഒരു ബലമല്ല, മറിച്ച് വക്രമായിട്ടുള്ള കർവായിട്ടുള്ള സ്ഥലകാലത്തിലൂടെ, അതായത് സ്പേസ് ടൈം എന്നറിയപ്പെടുന്ന ഒരു ഡയമെൻഷൻ നേരത്തെ പറഞ്ഞു, അതിലൂടെ വസ്തുക്കൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഗുരുത്വം. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ നോക്കുന്ന സന്ദർഭത്തിൽ അത് വളഞ്ഞാണ് കാണുന്നതെങ്കിൽ, അതായത് ഇപ്പോ ഓർബിറ്റ് എല്ലാം വളഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അവ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ആ നേർരേഖ വരച്ചിട്ടുള്ളത് വളഞ്ഞ സ്പേസിലാണ്. അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇപ്പൊ നേർരേഖയിലോട്ടുള്ള ആ സഞ്ചാര പദത്തെ ഇപ്പൊ മലയാളത്തിൽ അൽപ്പാന്തരം അല്ലെങ്കിൽ ജിയോഡെസിക് എന്നാണ് പറയുന്നത്. അപ്പൊ 3 ഡയമെൻഷനിൽ നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് വളഞ്ഞ പാതയായിട്ടാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അവ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഒരല്പം പ്രയാസമാണ്, വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ, നമ്മൾ വിമാനത്തിൽ ഇരുന്നിട്ട് വിമാനത്തെ നോക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമ്മൾ താഴെ നോക്കുന്ന സന്ദർഭത്തിലെല്ലാം വിമാനം നേരെയാണ് സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുക, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുക വിമാനം നേരെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അതേ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലുള്ള മോണിറ്റർ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിമാനത്തിന്റെ ആ റൂട്ട് മാപ്പ് വരച്ചതെല്ലാം വളഞ്ഞിട്ടായിരിക്കും. അതായത് നിരവധി വളവും തിരിവുള്ള ഒരു റൂട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വിമാനം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. പക്ഷേ ആ നേർരേഖ വരച്ചിരിക്കുന്നത് വളഞ്ഞ സ്പേസിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാറുള്ളത്, ഇപ്പൊ നിങ്ങൾ ഭൂമിയുടെ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾ നിരവധി കാലങ്ങളോളം നടന്നിട്ട് ഒരു നേർരേഖ വരച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് നിങ്ങൾ അതിലൂടെ നടന്ന് അവസാനം നിങ്ങൾ അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവുക നേർരേഖയിലൂടെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആ നടന്ന മൊത്തം ആ ചിത്രം, അതിന്റെ മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾ നടന്നിട്ടുണ്ടാകുക വളഞ്ഞ വഴിയിലൂടെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നേർരേഖയിലൂടെയാണ് നിങ്ങൾ നടന്നത്, പക്ഷേ ആ നേർരേഖ വരച്ചിട്ടുള്ളത് ഉരുണ്ട ഭൂമിയുടെ പ്രതലത്തിലാണ്. അതേ രൂപത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഐൻസ്റ്റീൻ തന്നെ നൽകുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. ഒരു കണ്ണില്ലാത്തൊരു വണ്ട്, ആ വണ്ട് വളഞ്ഞ നിരവധി വളവുകളുള്ള ഒരു മരത്തിന്റെ കമ്പിലൂടെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുന്ന നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണെന്നാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അത് നേർരേഖയുടെ അല്ല, മറിച്ച് നിരവധി വളവുകളുള്ള ഒരു കമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ രൂപത്തിൽ നമ്മളത് നേർരേഖ അല്ലെങ്കിൽ വളഞ്ഞ പ്രതലമായിട്ട് കാണാനുള്ള കാരണം നമ്മൾ 3 ഡയമെൻഷൻ വേൾഡിൽ നിന്ന് അതിനെ നോക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവിടെ നിരവധി വളവ് തിരിവുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ഗ്രാവിറ്റി എന്നുള്ളത് ഒരു ആകർഷണ ബലമല്ല, മറിച്ച് വസ്തുക്കളുടെ ഭാരം കാരണം വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന സ്ഥലകാലത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ഗ്രാവിറ്റി. അതാണ് വിശദീകരണം. ഇപ്പൊ സൂര്യന്റെ അപാരമായിട്ടുള്ള ഭാരം കാരണം ആ സ്പേസിൽ വലിയൊരു കുഴി, ഒരു വക്രത രൂപപ്പെടാനത് കാരണമാണ്. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു. ആ വലിയ കുഴിയാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രഹേളിക ന്യൂട്ടന്റെ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയാതെ പോയ മെർക്കുറിയുടെ, ബുധന്റെ സഞ്ചാരപാതയ്ക്കുള്ള വ്യതിയാനത്തിന്റെ കാരണമെന്ന് കൃത്യമായിട്ട് ഐൻസ്റ്റൈന്റെ തിയറി വെച്ച് മനസ്സിലാക്കാൻ പിന്നീട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ന്യൂട്ടന് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം, അതായത് ബുധൻ, മെർക്കുറി എന്നറിയപ്പെടുന്ന ആ ഗ്രഹം സൂര്യനോട് അടുത്ത് വരുന്ന സന്ദർഭത്തിൽ ആ സഞ്ചാരപാതയിലുള്ള ഒരു വ്യതിയാനം, ആ വ്യതിയാനത്തിന്റെ കാരണം സൂര്യന്റെ ഭാരം കാരണം സ്പേസിൽ ഉണ്ടാക്കപ്പെടുന്ന ആ വക്രത, കർവേച്ചറാണ് അതിന് കാരണമെന്ന് പിന്നീട് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്പേസ് ടൈമിൽ കൃത്യമായിട്ട് ഭാരം വരുന്ന സന്ദർഭത്തിൽ ഒരു കർവ് രൂപപ്പെടും. ആ കർവ് രൂപപ്പെടുമെന്ന് പറഞ്ഞാൽ പോരാ, അതിന് കൃത്യമായിട്ടുള്ളൊരു തെളിവ് വേണം. ആ തെളിവ് കണ്ടെത്താനായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങൾ. ഈ ഫോട്ടോ നിങ്ങൾ വളരെ കൃത്യമായിട്ട്, അതായത് സൂര്യന്റെ മാസ് കാരണം, സൂര്യന്റെ ഭാരം കാരണം സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു കർവേച്ചർ, ആ കർവേച്ചർ അല്ലെങ്കിൽ ആ ഒരു വക്രതമായിട്ടുള്ള ആ ഒരു സ്പേസിലൂടെ കടന്നു വേണം ഒരു പ്രകാശത്തിന് ഭൂമിയിലെത്താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യന്റെ പിറകിൽ നിന്നും ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിന്നും പ്രകാശം വരികയാണെങ്കിൽ, ഐൻസ്റ്റീൻ സിദ്ധാന്തം ശരിയാണെങ്കിൽ, സൂര്യന്റെ അടുത്തുകൂടെ അത് വരുന്ന സന്ദർഭത്തിൽ ആ ഒരു കർവേച്ചറിലൂടെ സഞ്ചരിക്കുന്നത് കാരണം ആ പ്രകാശത്തിന് ആ ഒരു സ്ഥലത്തൊരു വളവ് കാണണം. അതായിരുന്നു ഐൻസ്റ്റീന്റെ പ്രവചനം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ പിറകിൽ നിന്നും ഏതെങ്കിലും നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യല്ല. കാരണം സൂര്യന്റെ അപാരമായിട്ടുള്ള പ്രകാശം കാരണം അത് മറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരേ ഒരു പരിഹാരം എന്താന്ന് വെച്ചാൽ സൂര്യന്റെ പ്രകാശം, അതായത് മങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഗ്രഹണമുള്ള ദിവസം, സൂര്യഗ്രഹണമുള്ള ദിവസം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി പിന്നീട് ഗ്രഹണം തേടിയുള്ള നടപ്പിലായിരുന്നു. പിന്നീട് മനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറുന്നത്. ഒരു ഗ്രഹണം തേടിക്കൊണ്ട് അവർ ഇറങ്ങുകയാണ്. അങ്ങനെ 1914 ഓഗസ്റ്റ് 21 റഷ്യയിൽ വെച്ചിട്ട് അവർ ആദ്യത്തെ ഗ്രഹണം നിരീക്ഷിക്കുന്നു. പക്ഷെ പല കാരണങ്ങളാലും അത് അവർക്ക് നിരീക്ഷിക്കാൻ സാധിക്കാതെ പോവുകയാണ്. 1-2 തവണ അത് നിരീക്ഷിക്കും. അവസാനം 1919 ഐൻസ്റ്റൈന് വേണ്ടി ബ്രിട്ടനിലുള്ള എഡിങ്ടൺ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഈ ഗ്രഹണത്തെ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രഹണത്തെ കൃത്യമായിട്ട് അദ്ദേഹം നിരീക്ഷിച്ചു. ആ നിരീക്ഷിച്ച സന്ദർഭത്തിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തത്തിൽ പ്രവചിച്ചതുപോലെ തന്നെ കൃത്യം പ്രകാശത്തിന് ആ ഒരു ഭാഗത്ത് 1.7 സെക്കൻഡ് ഡിഫ്ലക്ഷൻ കൃത്യമായിട്ട്, ആ ഒരു വളവ് കൃത്യമായിട്ട് എഡിങ്ടന് സ്ഥിരീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അത് സ്ഥിരീകരിച്ചതോടുകൂടെ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം ലോകം ശരിവെക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം 1919 നവംബർ 6 ലണ്ടൻ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയിൽ അദ്ദേഹം ആ ഒരു കണ്ടെത്തലിനെ സ്ഥിരീകരിച്ചതിന് ശേഷം അദ്ദേഹം വായിച്ച പ്രബന്ധം തന്നെ ലോകപ്രശസ്തമാണ്. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഫോർഗീവ് സർ ഐസക് ന്യൂട്ടനോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. യുവർ യൂണിവേഴ്സ് ഹാസ് ബീൻ ഓവർ ട്യൂൺഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. പിന്നീട് നമുക്കറിയാം, പിറ്റത്തെ ദിവസം പത്രങ്ങളെല്ലാം വന്നു, റവല്യൂഷൻ ഇൻ സയൻസ്, ന്യൂ തിയറി ഓഫ് സയൻസ്, അതായത് ന്യൂട്ടൻ ഐഡിയ ഓവർ ത്രോൺ, ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ, അതോടുകൂടെ ലോകം, അതായത് പുതിയൊരു പ്രപഞ്ച വ്യാഖ്യാനത്തിന് തുടക്കമിടുകയാണ്. പിന്നീട് നമുക്കറിയാം പല രൂപത്തിലായിട്ട് ആ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തങ്ങളെ കഴിഞ്ഞ 50-60 വർഷങ്ങളായിട്ട് നമ്മൾ പല രൂപത്തിലായിട്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളെല്ലാം ആ സിദ്ധാന്തത്തെ കൂടുതൽ ശരിവെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നും നമുക്ക് സ്ഥൂല പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തം ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറിയാണ്. പിന്നീട് നമ്മൾ കണ്ടെത്തിയപ്പോ ഗ്രാവിറ്റേഷണൽ ലെൻസിങ്, അതായത് വലിയ മാസുള്ള വസ്തുക്കൾ, ഇപ്പൊ വലിയ മാസുള്ള വസ്തു ഗാലക്സി എല്ലാം, ആ ഗാലക്സികളെല്ലാം കാരണം സ്പേസ് വളയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ പ്രകാശം വരുന്ന സന്ദർഭത്തിൽ ആ ഗാലക്സി ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും. അതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അവിടെയുള്ള ആ പ്രകാശത്തിന്റെ ഡിസ്റ്റോർഷൻ, ആ വളവിന്റെ അളവ് നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കിയാൽ
അവിടെ എത്ര ഗ്രാവിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഗ്രാവിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അവിടെ എത്ര മാറ്റർ ഉണ്ട്, എത്ര അളവിലാണ് അവിടെ മാറ്റർ ഉള്ളതെന്നെല്ലാം കണക്ക് കൂട്ടാൻ സാധിക്കുമെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയില്ല. ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം. അപ്പൊ ഇതിലൂടെ എല്ലാം നമ്മൾ അതിനെ വീണ്ടും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഐൻസ്റ്റീൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് സമയം എന്നുള്ളത് പ്രപഞ്ചത്തിലെല്ലാം യൂണിവേഴ്സൽ ടൈം ഉണ്ട്, അതായത് എല്ലാ സ്ഥലത്തും ഒരേ സമയമാണ്. പക്ഷെ ഐൻസ്റ്റീൻ പറഞ്ഞു സമയം ഒരേ രൂപത്തിലുള്ള വ്യത്യസ്തമാണെന്നുള്ള, സമയം ആപേക്ഷികമാണെന്നുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. നമുക്കറിയാം അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ സമയത്തിന്റെ ആപേക്ഷികത വളരെ കൃത്യമായിട്ട് പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമയത്തിന് ഉപയോഗിക്കുന്നത് സൂര്യൻ എന്നുള്ള ആ ഒരു ഗ്രഹമാണ്. ആ സമയ പ്രപഞ്ചമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ വളരെ ചെറിയൊരു സ്കെയില്, സൂര്യനാകുന്ന ആ ഒരു ചെറിയ നക്ഷത്രമാണ് നമ്മുടെ സമയത്തിന്റെ അളവുകോലുകൾ. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ സമയം അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സജദയുടെ 5-ാമത്തെ വചനത്തിൽ യുദബ്ബിറുൽ അംറു മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങൾ കണക്കാക്കുന്നത് നിങ്ങളുടെ ഒരു ദിവസം എന്നുള്ളത് എന്റെ 1000 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വളരെ കൃത്യമായിട്ട് സമയത്തിന്റെ ആപേക്ഷികതയിലേക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകൾ. ഹദീസുകളിൽ പോലും ഏറെ അത്ഭുതപ്പെടുത്തിയൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 50,000 വർഷം അവിടെ നിങ്ങൾ നിൽക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളും അതേ രൂപത്തിൽ 50,000 വർഷം നിൽക്കേണ്ടി വരുമോ വിശ്വാസികളായിട്ടുള്ള ആളുകൾ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനോഹരമായിട്ടുള്ള പ്രസ്താവന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ 50,000 ദിവസം എന്നുള്ളത് വെറും ഒരു ഫർള് നമസ്കാരത്തിന്റെ സമയമായിട്ടേ നിങ്ങൾക്ക് അനുഭവപ്പെടും. സുബ്ഹാനല്ലാഹ്, സോയായിട്ടുള്ള ഹദീസാണ്. 50,000 വർഷം വെറും ഒരു ഫർള് നമസ്കാരത്തിന്റെ സമയമായിട്ടേ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതല്ലാതെ പിന്നെന്താണ് ആപേക്ഷികത? വളരെ കൃത്യമായിട്ട് അതിലേക്ക് നൽകപ്പെടുന്ന സൂചനയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പിന്നീട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ വിശദീകരണ പ്രകാരം ഗ്രാവിറ്റി എന്നുള്ളത്, അതായത് ഗുരുത്വാകർഷണം സമയത്തെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഗുരുത്വാകർഷണം കൂടിയ സ്ഥലത്ത് സമയത്തിന്റെ പ്രവാഹം കുറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുത്വാകർഷണം കൂടിയ സ്ഥലത്ത് സമയത്തിന്റെ പ്രവാഹം കൂടാ. ആ ഒരു കണ്ടെത്തലിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്നും നമ്മൾ ദിനേന GPS എല്ലാം ഉപയോഗിക്കുന്നത്. അതായത് ഭൂമിയുടെ ഓർബിറ്റിൽ കറങ്ങുന്ന ആ ഒരു സാറ്റലൈറ്റ് കാരണമാണ് നമ്മൾ GPS ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ GPS യഥാർത്ഥത്തിൽ അവർ വിക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ തന്നെ GPS ആറ്റോമിക് ക്ലോക്കിൽ അവർ സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഭൂമിയുടെ സമയവും, അതായത് ഭൂമിയുടെ ഓർബിറ്റിലുള്ള സമയവും ഭൂമിയിലെ ഉപരിതലത്തിലുള്ള സമയവും രണ്ടാണ്. അതിന്റെ കാരണം ഗ്രാവിറ്റിയാണ്. അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുകൊണ്ടാണ് അവര് ആ സാറ്റലൈറ്റ് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് GPS നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തത്തിന്റെ അതിലൂടെയാണ് നമുക്ക് ഈ ഒരു വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. പറയാൻ വിട്ടൊരു കാര്യം, അതായത് അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം ജനറൽ തിയറി രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഹേളിക തന്നെ നേരത്തെ പറഞ്ഞു, സൂര്യൻ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമായിരുന്നു. അതിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. എന്താ സംഭവിക്കുക വെച്ചാൽ, സൂര്യൻ പോകുന്ന സന്ദർഭത്തിൽ വെള്ളത്തിലൊരു കല്ലിട്ടതുപോലെ ആ സ്പേസ് ടൈമിൽ ഒരു വേവ് സൃഷ്ടിക്കപ്പെടും. ആ വേവ്, ആ ഗ്രാവിറ്റേഷണൽ വേവ്, അത് 8 മിനിറ്റ് കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തും. അതായത് സൂര്യൻ അവിടെ നിന്നും പൊട്ടിത്തെറിച്ചാലും അതിന്റെ എഫക്റ്റ് നമ്മൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് അറിയൂ. ആ 8 മിനിറ്റ് സൂര്യൻ അവിടെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അതായിരുന്നു അദ്ദേഹം നൽകിയ വിശദീകരണം. അപ്പൊ യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണം എന്നുള്ളത് നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക്കിലുള്ള നിരവധി ചുളിവുകൾ അല്ലെങ്കിൽ കർവേച്ചറുകളാണ്. അതാണ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ മുഴുവൻ യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത്. അതേ രൂപത്തിലുള്ള നിരവധി ചുളിവുകളാണ്, അതായത് ഭാരം കാരണം ഉണ്ടാക്കുന്ന ഈ കർവേച്ചറുകളാണ് പ്രപഞ്ചത്തിലുള്ള നിരവധി ഗ്രഹങ്ങളുടെ എല്ലാം സഞ്ചാരത്തിനും അല്ലെങ്കിൽ അവയുടെ ചലനത്തിനെല്ലാം കാരണമായി തീർന്നത്. അതാണ് ജനറൽ തിയറി വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചത്. സാന്ദർഭികമാണ് പരിശുദ്ധ ഖുർആനുമായിട്ട് ചേർത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ അധ്യായം, സൃഷ്ടാവ് എന്നുള്ള പേരിലുള്ള അധ്യായത്തിൽ തന്നെ 41-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർളി അൻ തസൂല, ആകാശഭൂമികളെ യഥാസ്ഥാനത്തിൽ ഞാൻ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. ആകാശലോകത്തെ എല്ലാം യഥാസ്ഥാനങ്ങളിൽ ഞാൻ പിടിച്ചു നിർത്തുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ അല്ലാഹു കൈകൊണ്ട് പിടിക്കാന്നല്ല അർത്ഥം. ഉദാഹരണം, ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ അവലം യറൂ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ മാ യുംസികുഹുൻ ലൈലർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ താങ്ങി നിർത്തുന്നതെന്ന് പറയുന്നുണ്ട്.
അപ്പൊ അവിടെ പക്ഷികളെ താങ്ങി നിർത്തുന്നു, ഇവിടെ ആകാശഭൂമികളെ താങ്ങി നിർത്തുന്നു. രണ്ടും പരിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. അപ്പൊ പക്ഷികളെ താങ്ങി നിർത്തുക എന്നുള്ളതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷിയെ എങ്ങനെ പിടിച്ചു നിർത്തിയെന്നല്ലല്ലോ, മറിച്ച് പക്ഷികൾക്ക് ആ ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ ഉതകുന്ന രൂപത്തിൽ അതിനെ ഡിസൈൻ നൽകി എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയത്. അതേ രൂപത്തിൽ ആകാശലോകത്ത് ഇതേ രൂപത്തിൽ ഗ്രഹങ്ങളും ഗോളങ്ങളെല്ലാം നിലനിൽക്കാൻ അതിനനുയോജ്യമായിട്ട രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർളി അൻ തസൂല. പല രൂപത്തിലാണ് അത് പരിശുദ്ധ ഖുർആനുമായിട്ട് നൽകപ്പെടുന്ന സൂചനകൾ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ, അതായത് ഗുരുത്വാകർഷണം, സൂര്യൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സൂര്യൻ പൊട്ടിത്തെറിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സൂര്യന്റെ ആ ഭാരം, അവിടെ ഭാരം കാരണം സൃഷ്ടിക്കപ്പെട്ട ആ ഒരു കർവ് നികന്ന് അവിടെ ഒരു ഓളം സൃഷ്ടിക്കപ്പെടുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഐൻസ്റ്റൈൻ തിയറിയുടെ അല്ലെങ്കിൽ ജനറൽ തിയറി റിലേറ്റിവിറ്റിയുടെ ഒരു പ്രവചനം കൂടിയായിരുന്നു ഇത്. അതായത് ഗ്രാവിറ്റേഷണൽ വേവ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തിയറിയുടെ ഒരു പ്രവചനമായിരുന്നു. ഒന്നാമത്തെ പ്രവചനം ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രഹണം. ആ ഗ്രഹണം നമ്മൾ നേരത്തെ സ്ഥിരീകരിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം സ്ഥിരീകരിച്ച മറ്റൊന്നാണ് ആ ഒരു വേവ് സൃഷ്ടിക്കപ്പെടുന്നത്, അതായത് ഗ്രാവിറ്റി തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ വേവ് എന്നുള്ളത് ഇന്ന് വലിയൊരു പഠന വിഷയമാണ്. അതായത് നിശ്ചലമായിട്ടുള്ള സ്പേസിനെ മുഴുവനും നിശ്ചലമായിട്ടുള്ളൊരു തടാകമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ അതിലൂടെ ഏതെങ്കിലും ഒരു മത്സ്യം പെട്ടെന്ന് നീങ്ങുന്ന സന്ദർഭത്തിൽ ആ തടാകത്തിൽ ഒരു വേവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതേപോലെ സ്പേസിൽ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള ചലനങ്ങളും അതേപോലെ തന്നെ കൂട്ടിമുട്ടലുകൾ, ഇപ്പൊ സൂപ്പർനോവ സ്ഫോടനങ്ങൾ, നക്ഷത്രത്തിന്റെ അന്ത്യത്തിൽ വരുന്ന ആ സൂപ്പർനോവ സ്ഫോടനങ്ങളും അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെ കറക്കവും അതേപോലെ തന്നെ അതിഭീമമായിട്ടുള്ള ഊർജ്ജമുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകളുടെ എല്ലാം കറക്കവും അതേപോലെ തന്നെ ബ്ലാക്ക് ഹോളുകൾ തമ്മിലുള്ള കൂട്ടിയിടിയെല്ലാം യഥാർത്ഥത്തിൽ സ്പേസ് ടൈം ഫാബ്രിക്കിൽ നമ്മളൊരു വെള്ളത്തിൽ കല്ലിടുന്നത് പോലെയുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക. If you have two objects, two compact stars, each of which curves space around them, and they're orbiting one another, then the result is that these two curved regions create a wave, a ripple in the structure, in the shape of space that moves outwards, carrying energy with it. That's called a gravitational wave. I mean, literally, you can think about space and time having a wave, just like an ocean wave in it, that travels through the universe. Gravity waves are just the same. Any type of mass in motion, big or small, generates a gravitational wave. എന്താണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് വളരെ ലളിതമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു. ഈ ഗ്രാവിറ്റേഷണൽ വേവ് നമ്മൾ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ലേസർ ഇന്റർഫെറോമെട്രി എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷണമാണ് നടത്താറുള്ളത്. അത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ USA സ്ഥാപിക്കപ്പെട്ട നിരവധി പരീക്ഷണശാലകളുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ലൈഗോ, അതായത് ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സ്ഥാപനം. അപ്പൊ അവര് ലേസർ രശ്മികൾ രണ്ട് ദിശയിലേക്ക് വിട്ടിട്ട് അതിന്റെ ഇന്റർഫെറൻസ് അളന്നിട്ടാണ് അവര് അത് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ഇതേ രൂപത്തിൽ നിരന്തരം നമ്മൾ പരീക്ഷണം നടത്തി അവസാനം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 2015 സെപ്റ്റംബർ 14 രാവിലെ ഒരു ഗ്രാവിറ്റി തരംഗം അവർ പിടിച്ചെടുത്തു. വലിയ വാർത്തയായിരുന്നു. അതായത് ഭൂമിയിൽ നിന്നും 130 കോടി ലൈറ്റ് ഇയർ പ്രകാശവർഷ അകലെയുള്ള ഒരു സ്ഥലത്ത് നടന്ന ഒരു രണ്ട് ബ്ലാക്ക് ഹോളുകൾ, അതായത് സൂര്യനേക്കാൾ 30 ഇരട്ടി വലുപ്പമുള്ള രണ്ട് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുന്ന സന്ദർഭത്തിൽ അത് സ്പേസിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു തരംഗം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ആ ലൈഗോ പുറത്തുവിട്ട വീഡിയോ. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കുക. വീഡിയോ നിങ്ങൾ കണ്ടു. അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യനേക്കാൾ മാസുള്ള നക്ഷത്രങ്ങൾ അവ നശിക്കുന്ന സന്ദർഭത്തിൽ നക്ഷത്രങ്ങൾ മനുഷ്യനെ പോലെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നക്ഷത്രങ്ങൾ നശിക്കുന്നത്. ഇപ്പൊ നക്ഷത്ര പരിണാമത്തിന്റെ അവസാന ഘട്ടമാണ് ബ്ലാക്ക് ഹോൾ. നക്ഷത്രമാണ് ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നത്.
അപ്പൊ ഇവിടെ സൂര്യനേക്കാൾ 30 ഇരട്ടി ഭാരമുള്ള 2 ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിച്ച സന്ദർഭത്തിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ട സ്പേസിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു തരംഗം, അതായത് നമ്മളൊരു വെള്ളത്തിൽ കല്ലിടുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ട ഒരു തരംഗമാണ് നമ്മളിവിടെ പിടിച്ചെടുത്തത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ കൂട്ടിയിടി സംഭവിച്ചത് ഏകദേശം 130 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. പക്ഷേ നമുക്കത് ലഭിച്ചത് 2015 നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അത്ഭുതം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു പ്രപഞ്ചത്തിനകത്ത് എല്ലാ കാലങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഒരു പക്ഷേ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നത് അത് പാസ്റ്റ് ആയിരിക്കും, നമ്മുടെ പാസ്റ്റ് പ്രപഞ്ചത്തിൽ മറ്റൊരു സ്ഥലത്ത് ഫ്യൂച്ചർ ആയിരിക്കും. അതായത് യഥാർത്ഥത്തിൽ നോ പാസ്റ്റ്, നോ ഫ്യൂച്ചർ, നോ പ്രസന്റ്. പ്രപഞ്ചത്തിൽ ഒരു കാലവുമില്ല, എല്ലാ കാലങ്ങളും പ്രപഞ്ചത്തിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന നമുക്ക് വിധിവിശ്വാസം എല്ലാം വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് ആ വേവിനെ വിശദീകരിച്ചത്, അതായത് ഇപ്പൊ നേരത്തെ ഗ്രാവിറ്റേഷണൽ വേവിന് അവർ നൽകിയ വിശദീകരണം നിങ്ങൾ ഓർക്കുന്നുണ്ട്. അതായത് സ്പേസിൽ ഉണ്ടാകുന്ന ഓളങ്ങളാണ് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷണൽ വേവ്. ഇപ്പൊ വലിയ മാസുള്ള വസ്തുക്കള് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ സ്പേസിൽ വേവ് ഉണ്ടാവുകയാണ്. അതായത് സ്പേസ് എന്നുള്ളത് നമ്മളൊരു സമുദ്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒരു വലിയ കപ്പൽ പോകുന്ന സന്ദർഭത്തിൽ ആ വെള്ളത്തിൽ നിരവധി വേവുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതേ രൂപത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു വചനം പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 2 സ്ഥലത്ത് സൂറത്ത് യാസീൻ, പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീന്റെ 40-ാമത്തെ വചനത്തിലും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയാഇന്റെ 33-ാമത്തെ വചനത്തിലും 2 സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. മഹാത്ഭുതാണ്. യസ്ബഹൂൻ, സബ്ബാഹ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഭാഷയിൽ നീന്തുക, സ്വിമ്മറാണ്, അതിനാണ് സബ്ബാഹ് എന്ന് പറയാ. അപ്പൊ ഗ്രഹങ്ങൾ സ്പേസിലൂടെ നീന്തുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഒരാള് വെള്ളത്തിൽ നീന്തുന്നതിന് സമാനമാണ് യഥാർത്ഥത്തിൽ സ്പേസിലൂടെ ഗ്രഹങ്ങളുടെയുള്ള സഞ്ചാരം. അതായത് സ്പേസിന്റെ ആ ഒരു നേച്ചറാണ് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകുന്ന സൂചനയാണ് യസ്ബഹൂൻ എന്നുള്ള ആ ഒരു പദത്തിൽ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല അവിടെ ഉപയോഗിച്ച പദം തന്നെ അത്ഭുതമായിട്ട് പല ആളുകൾ സൂചിപ്പിക്കാറുണ്ട്. അതായത് അവിടെ കുല്ലും ഫി ഫലക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്ബഹുവിന്റെ തൊട്ടു മുമ്പ് ഉപയോഗിച്ചത്. ആ കുല്ലും ഫി ഫലക്ക് എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ യാ എന്നുള്ള അക്ഷരത്തിന്റെ സെന്ററിലാക്കി മറ്റുള്ള അക്ഷരങ്ങൾ അതിനെ ചുറ്റുന്ന രൂപത്തിലാണ് ആ പദം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. അത്ര അത്ഭുതകരമാണ്. പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളതിന്, അതായത് കാലത്തെ അതിജയിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് നമ്മളിവിടെ എല്ലാം മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഓഫർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിന്റെ 53-ാമത്തെ വചനത്തിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതായത് ഈ ഗ്രന്ഥം, ഇതിലുള്ള ദൃഷ്ടാന്തങ്ങള് കാലങ്ങൾ പിന്നിടുന്തോറും നിങ്ങൾ അത് കണ്ടുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പറഞ്ഞിട്ട്, അതായത് വരും കാലങ്ങളിൽ ഇതിലെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് കാലം പിന്നിടുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുർആൻ യുവത്വം പ്രാപിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. കാരണം കാലത്തിനതീതനായിട്ടുള്ള സൃഷ്ടാവാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലത്തെ അതിജയിക്കുന്ന ഗ്രന്ഥമായിട്ട് പരിശുദ്ധ ഖുർആൻ എന്നും നിലകൊള്ളുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ആഴത്തിൽ മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.